അള്ളാഹുവിന്റെ പേരിൽ മുഹമ്മദ് എന്തെങ്കിലും കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും? അള്ളാഹു വലത് കൈകൊണ്ട് നബിതങ്ങളുടെ പെരടിയെ പിടിക്കുമായിരുന്നു. വണ്ടർഫുൾ. അപ്പൊ മുഹമ്മദിന്റെ ജീവനാടി അള്ളാഹു മുറിച്ചു കളയുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. ശരിയല്ലേ? ശരിയാണോ അല്ലയോ? ഓക്കെ. ഇനി മുഹമ്മദിന്റെ മരണം നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? മുഹമ്മദിന്റെ മരണം നമുക്ക് ഈ ഖുർആൻ ആയത്ത് പ്രകാരം തന്നെയാണോ മുഹമ്മദിന്റെ മരണം സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ? ക്ലിയർ ആക്കിയിട്ട് മരണത്തിലോട്ട് പോവാം. നിങ്ങൾ എന്തോ പറഞ്ഞു? നബിതങ്ങൾ അതാണ് പറയാൻ പോകുന്നത് ബ്രദറെ. മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ പല കാര്യങ്ങളും കള്ളത്തരം ചമച്ച് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സൂറത്ത് അൽ നജ്ം 53-ാമത്തെ സൂറ, അതിന്റെ 19-ഉം 20-ാമത്തെയും ആയത്ത്. ലാത്തെയും മനാത്തെയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വേറെ മൂന്നാമതായി ലാത്തെയും ഉസയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വേറെ മൂന്നാമതായി മനാത്തെയും. നിങ്ങൾക്ക് സന്താനമായി ആണും അള്ളാഹുവിന് പെണ്ണുമാണെന്നാണോ എന്ന് പറഞ്ഞ് മുഹമ്മദ് ഒരു ആയത്ത് പറഞ്ഞിട്ടുണ്ട്, സൂറത്ത് അൽ നജ്ം. ഇത് ശരിയായിട്ടുള്ള ഓഹരി വെക്കലല്ല. ഞാൻ പറയട്ടെ, ഈ ആയത്ത് മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറഞ്ഞതാണോ? അള്ളാഹുവിന്റെ പേര് അതിന് മുമ്പ് ഒരു കാര്യം, ഇത് ആരുടെ വിശ്വാസത്തെ കുറിച്ചാണ് പറയുന്നത്? സഹോദര, ഇത് അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ച് മുഹമ്മദ് പറഞ്ഞതാണോ? സൂറത്ത് അൽ നജ്ം ഇത് മുഹമ്മദ് പറഞ്ഞതാണ്, അതറിയാം. മുഹമ്മദ് ആണ് പറഞ്ഞത്. ഇത് മുഹമ്മദ് എപ്പോഴാ പറഞ്ഞത്? ഇത് മെക്കയിലാണോ പറഞ്ഞത്? ഇത് മദീനയിലാണോ പറഞ്ഞത്? മക്കയിലാണ് പറഞ്ഞത്. മക്കയിലുള്ള വിശ്വാസത്തെ കുറിച്ചാണ്. മെക്കയിലുള്ള വിശ്വാസികളുടെ ഈ വിശ്വാസികളുടെ ഇടയിൽ അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹം അള്ളാഹുവിന്റെ ഈ 3 പെൺമക്കളെ ഉയർത്തി പറഞ്ഞായിരുന്നു. മുഹമ്മദ് ഈ മെക്കയിൽ ഈ ആയത്ത് ഓതുമ്പോൾ മുഹമ്മദ് ഈ 3 പെൺമക്കളെ പറ്റി ഉയർത്തി, ഇവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളെ പോലെയാണ്, ഇവരുടെ ശുപാർശ സ്വീകരിക്കാം എന്ന് മുഹമ്മദ് ഉയർത്തി പറഞ്ഞായിരുന്നു. ആരോട് പറഞ്ഞായിരുന്നു? അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികളോട്. എവിടെ പറഞ്ഞിട്ടുണ്ട്? ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? തെളിവ് തരാം ബ്രദറെ. തെളിവ് ഞങ്ങളുടെ ഇവിടെ വരുമ്പോ നിങ്ങൾക്ക് എല്ലാത്തിനും ബ്രദറിന് തെളിവ് തരാവുന്നേ, ഒരു പ്രശ്നമുള്ള കാര്യമല്ലെന്നേ. ഈ ആയത്തിന്റെ പറയൂ. ഞാൻ തെളിവ് കൊണ്ടുവരുന്നില്ല. നിങ്ങൾ പറയുന്ന തെളിവ് അനുസരിച്ച് ഞാൻ സംസാരിച്ചോളാം. അള്ളാഹുവിന്റെ പേരിൽ മുഹമ്മദ് കെട്ടിച്ചമച്ചു പറഞ്ഞ കാര്യമാണ് ബ്രദറെ തെളിവ് പറയുന്നത്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ പേരിൽ നബിതങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞതാണെന്ന് നിങ്ങൾ പറയുന്നു. ഇവിടെ ഞാൻ തെളിവ് കാണിക്കാവുന്നേ. സൂറ അൽ ഹജ്ജ് 22-ന്റെ 52-ാമത്തെ ആയത്ത്. ഈ ആയത്തിന്റെ അസ്ബാബുൽ നസൂൽ താങ്കൾ എടുത്ത് വായിച്ചു നോക്കൂ. മുഹമ്മദ് ഖുറൈശികളുടെ മുൻപിൽ ഈ ലാത്തയും ഉസയും മനാത്തയും ഇവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളെ പോലെയാണ്, ഇവരുടെ ശുപാർശ സ്വീകരിക്കാം എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്. തെളിവ് ഞാൻ മേളിലിട്ടിട്ടുണ്ട്, താങ്കൾ വായിച്ചോളൂ. ഇപ്പൊ ഇടാം, 1 മിനിറ്റ്. ഇന്ന് വായിച്ചോളൂ. താങ്കൾ ഇതൊന്നും ആദ്യമായിട്ടായിരിക്കും ചിലപ്പം കേൾക്കുന്നത്. ഞങ്ങളുടെ ക്ലബ് ഹൗസ് റൂമുകളിൽ ഞങ്ങൾ തെളിവില്ലാതെ ഒരു കാര്യം പറയത്തേ ഇല്ല. വായിച്ചോളൂ ബ്രദറെ, വായിക്കൂ ബ്രദറെ. ഇത് വായിക്കൂ, ആയത്ത് വായിക്കൂ. ആയത്തിന്റെ അസ്ബാബുൽ നസൂൽ, തഫ്സീർ അൽ വാഹിദിയുടെ അസ്ബാബുൽ നസൂൽ. ഈ നജിം വരാനുള്ള സന്ദർഭം എന്താണ്, ഇതിൽ മുഹമ്മദ് എന്താണ് പറഞ്ഞത് എന്ന് താങ്കൾ ഇതിന്റെ അസ്ബാബുൽ നസൂൽ വായിച്ചേ. മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ ബ്രദറെ, ഖുറാന്റെ ആയത്തിന്റെ തഫ്സീർ, അതിന്റെ വ്യാഖ്യാനമാണ്. എന്താണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്നത്, ഖുറൈശികളുടെ മുൻപിൽ മുഹമ്മദ് എന്തു ചെയ്തു എന്നത് താങ്കൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വായിച്ചതൊന്ന് ഉറക്കെ വായിച്ച്. ഞാൻ കാണുന്നില്ല, മേളിൽ ഇട്ടിട്ടുണ്ട് ബ്രദറെ. altafsir.com, കിങ്ഡം ഓഫ് ജോർഡന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് altafsir.com നിന്ന് തഫ്സീർ ഇട്ടിട്ടുണ്ട്, വായിക്കൂ. തഫ്സീർ അൽ ജലാലൈൻ ഇട്ടിട്ടുണ്ട്. ഇതിന്റെ അസ്ബാബുൽ നസൂൽ, അൽ വാഹിദിയുടെ അസ്ബാബുൽ നസൂൽ ഇടാം. അടുത്തത് അതൂടെ ഇടാം. 1 മിനിറ്റ്.
ജലാലയനാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്. അത് താങ്കൾ ഇതിന്റെ അസ്ബാബുൽ നസുൽ വായിച്ചു. മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറഞ്ഞ കാര്യം എന്തായിരുന്നു? ഈ ലാത്തയും മനാത്തയും ഉസയും ഇവരാരാണ് എന്നാണ് മുഹമ്മദ് ആദ്യം പറഞ്ഞത്. അസ്ബാബുൽ നസൂൽ ഇട്ടിട്ടുണ്ട്, വായിച്ചോളൂ. നിങ്ങളെ ഇതൊന്നും ഇസ്ലാമിക പണ്ഡിതന്മാര് നിങ്ങളെ മദർസകളിൽ പഠിപ്പിക്കത്തില്ല കേട്ടോ. പണ്ഡിതന്മാരും ഇത് പറയത്ത് പോലും ഇല്ല. അവർക്ക് ഏറ്റവും പേടിയുള്ള ആയത്തുകളിൽ പെട്ടതാണ് സൂറത്ത് അൽ നജിം, അതിന്റെ 19, 20 ആയത്തുകൾ. ഇതിപ്പോ ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് മുമ്പ് ഒരു ദൂതനെ, അതാണോ? ഇപ്പൊ താങ്കൾ ഏതാ വായിച്ചത്? തഫ്സീർ ഓപ്പൺ ആയോ? ഇതിനകത്ത് ഈ വന്നേക്കുന്നത് നിങ്ങൾക്ക് മുമ്പ് ഒരു ദൂതനെയും ഞങ്ങൾ അയച്ചിട്ടില്ല, ഇത് ഒരു സന്ദേശം നൽകാൻ കൽപ്പിക്കപ്പെട്ട പ്രവാചകനാണ്, അല്ലെങ്കിൽ പ്രവാചകൻ ഒന്നും നൽകാൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ അവൻ വേദഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ സാത്താൻ അവന്റെ പാരായണത്തിലേക്ക് ഇട്ടു, ഖുർആനിൽ നിന്നല്ലാതെ. അത്രേ ഉള്ളൂ. അതാരിട്ടതാ? അല്ലാതെ ബാക്കി വായിക്കേ. അല്ലല്ല, വിക്ടർ ഹാരി ബ്രദർ ഇട്ടതല്ല, മേളിൽ ഇട്ടിരിക്കുന്ന തഫ്സീർ ബ്രദറെ. മേളിൽ ആ ലിങ്ക് കാണുന്നുണ്ടോ? മേളിൽ ഈ റൂമിന്റെ റീപ്ലേസ് ഓൺ എന്ന് പറയുന്നതിന്റെ നേരെ താഴെ altafsir.com കാണുന്നുണ്ടോ? സൂറ അൽ ഹജ്ജിന്റെ 52ാമത്തെ ആയത്തിനെ പറ്റിയുള്ള വ്യാഖ്യാനം. ഇത് ആരാണ് ഇട്ടേക്കുന്നത്? ആരുടെ ഇതിലാണ് വന്നേക്കുന്നത്? തഫ്സീർ അൽ വാഹിദി. മെസ്സേജിലല്ല ബ്രദറെ, മേളിൽ നോക്കൂ. മേളിൽ റൂമിന്റെ മേളിൽ നോക്കൂ. അതായത് റൂമിന്റെ ടൈറ്റിലിന് നേരെ താഴെ ലിങ്ക് കാണാം. ടൈറ്റിലിന് നേരെ താഴെ ആയിട്ട് ലിങ്ക് കാണാം, ഏറ്റവും ടോപ്പില്. നോക്കട്ടെ, ഓപ്പൺ ആകുന്നില്ല. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ വലാ നബിയ്യിൻ ഇല്ലാ ഇദാ തമന്ന അതാണോ? നമുക്ക് പ്രവാചകനെ അയച്ചിട്ടില്ല. ഖുർആനിലെ വ്യാഖ്യാതാക്കൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ദൂതൻ അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, സമാധാനം നൽകട്ടെ, തന്റെ ആളുകൾ തന്നെ ഒഴിവാക്കുന്നത് കണ്ടപ്പോൾ താൻ കൊണ്ടുവന്ന സന്ദേശം അവർ നിരസിച്ചതിൽ അദ്ദേഹം അസ്വസ്ഥനായി. അവൻ രഹസ്യമായി അള്ളാഹുവെ ആഗ്രഹിച്ചു. അവൻ ഉന്നതനാണ്. അവനെയും അവന്റെ ആളുകളെയും പരസ്പരം അടുപ്പിക്കുന്ന എന്തെങ്കിലും അവനോട് വെളിപ്പെടുത്തുന്നു. അവർ വിശ്വാസം സ്വീകരിക്കുന്നത് കാണാൻ അവർ ആഗ്രഹിച്ചു. ഒരു ദിവസം അദ്ദേഹം ഖുറൈശികളുടെ ഒരു സഭയിൽ ഇരുന്നു. അത് അതിലെ ധാരാളം അംഗങ്ങളെ ആകർഷിച്ചു. അള്ളാഹു അവനിൽ നിന്ന് അവരെ അകറ്റാൻ കഴിയുന്ന യാതൊന്നും. ഇതാണോ വായിക്കാൻ പറഞ്ഞു? ബ്രദർ, ഇപ്പം മേളിലിട്ടിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ആക്കിയിട്ടാണോ താങ്കൾ വായിക്കുന്നത്? ലിങ്ക് ഓപ്പൺ ആക്കിയിട്ട് താഴോട്ട് വായിച്ചാൽ മതി. അത് തന്നെയാ. വായിച്ചു, താഴോട്ട് വായിച്ചു. ആ ഭാഗം തന്നെ താഴോട്ട് വായിച്ചു. ആ മുഴുവൻ ഖുറൈശികളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഇരുന്നു. അള്ളാഹു അവരിൽ നിന്നും അകറ്റി മാറ്റുന്ന ഒരായത്തും അദ്ദേഹത്തിന് വെളിപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ആഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് താഴോട്ട് വായിച്ചോളൂ. അള്ളാഹു അവൻ ഉന്നതനാണ്. അപ്പോൾ സൂറത്ത് അൽ നജിം നക്ഷത്രം. അള്ളാഹുവിന്റെ ദൂതൻ അള്ളാഹു അവനെ അനുഗ്രഹിക്കുകയും സമാധാനം നൽകുകയും ചെയ്തു. അത് പാരായണം ചെയ്തു. പക്ഷേ അവൻ എത്തിയപ്പോൾ ഉസയെയും മനാത്തെയും കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പിശാച് രഹസ്യമായി ആഗ്രഹിച്ചതും പ്രതീക്ഷിക്കുന്നതും നാവിൽ ഇട്ടു പറഞ്ഞു. അവനാണ് ശക്തിയുള്ള കൊക്കുകൾ. അവരാണ് ശക്തിയുള്ള കൊക്കുകൾ. മുഹമ്മദ് ഈ സൂറത്ത് അൽ നജിം ഓതുമ്പോൾ മുഹമ്മദ് പറഞ്ഞ വാക്കുകളാണ് ഏത്? അവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളെ പോലെയാണ്, അവരുടെ ശുപാർശ സ്വീകരിക്കാം. ഞാനത് വായിക്കാം. പറയുന്നത് ഇങ്ങനെയാണ്: The messenger of Allah recited it, but when he reached, have you thought upon Allat, Al-Uzza and Al-Manat the third? Surah 53 verse 19 and 20. The devil put on his tongue what he had secretly wished for.
പിശാജ് അദ്ദേഹത്തിന്റെ നാവിൽ അദ്ദേഹം സീക്രട്ട് ആയിട്ട് ആഗ്രഹിച്ചത് അദ്ദേഹത്തിന്റെ നാവിലേക്ക് ഇട്ടുകൊടുത്തു. എന്താണ് പറഞ്ഞത്? ആൻഡ് ഹോപ്ഡ് ഫോർ ആൻഡ് സെഡ് ദേ ആർ ദ മൈറ്റി ക്രെയിൻസ്. അവർ ശക്തരായ അവർ കൊക്കുകളാണ്. അൽ ഗാരനീക് ആൻഡ് ദർ ഇന്റർസെഷൻ ഈസ് ഹോപ്ഡ് ഫോർ. അവരുടെ ശുപാർശ ആഗ്രഹിക്കപ്പെട്ടതാണ്. When the Quraysh heard this, അപ്പം ഖുറേഷികൾ ഇത് കേട്ടു. When the Quraysh heard this, they were very pleased. അവർക്ക് ഭയങ്കര സന്തോഷമായി. The messenger of Allah carried on reciting until the end of the surah and then prostrated. മുഹമ്മദ് എന്ത് ചെയ്തു? മുഹമ്മദ് ഈ സൂറത്ത് അൽ നജ്മിന്റെ അവസാന ഭാഗം വരെ അദ്ദേഹം ഓതിയതിനു ശേഷം അദ്ദേഹം സുജൂദ് ചെയ്തു. ആര്? ഈ അള്ളാഹുവിന്റെ 3 പെൺമക്കളുടെ മുൻപിൽ അദ്ദേഹം സുജൂദ് ചെയ്തു. He prostrated. All the Muslims followed suit and prostrated. അപ്പൊ മുസ്ലിങ്ങളെല്ലാം ഇത് കണ്ടിട്ട് അവരും സുജൂദ് ചെയ്തു. All the idolaters who were present prostrated. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ, മെക്ക മുശ്രിക്കുകളായിട്ടുള്ള ഖുറൈശികൾ ഇത് കണ്ടിട്ട് അവരും സുജൂദ് ചെയ്തു. All those who were present, whether Muslim or disbeliever, prostrated except Al-Walid bin Al-Mughira and Abu Ukhya Said bin Al-As. ഇവർ രണ്ടുപേരും അവർക്ക് പ്രോസ്ട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, സുജൂദ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്തുവാ? Who were too advanced in age and could not prostrate. അവർക്ക് പ്രായമായതുകൊണ്ട് അവർക്ക് കുനിയാൻ പറ്റത്തില്ലായിരുന്നു. But they both grabbed a handful of dust and put it on their forehead. അവര് കുറച്ച് മണ്ണെടുത്തിട്ട് അവരുടെ തലയിലോട്ട് ഇട്ടു. The Quraysh then dispersed happy with what they have heard. ഖുറൈശികൾ സന്തോഷത്തോടെ അവരവിടുന്ന് കടന്നു പോയി. അള്ളാഹുവിന്റെ നാമത്തിലാണ് എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് അള്ളാഹുവിന്റെ ആയത്തല്ലാത്ത പിശാജിന്റെ ആയത്തുകൾ അദ്ദേഹം സൂറത്ത് അൽ നജ്മിൽ ഓതി. അപ്പൊ മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യുമെന്നാ പറഞ്ഞത്? അള്ളാഹു അവന്റെ ജീവനാടി വലം കൈ കൊണ്ട് പിടിച്ചിട്ട് അവന്റെ ജീവനാടി എന്ത് ചെയ്യും? ഇവിടെ കെട്ടിച്ചമച്ച് പറഞ്ഞു ഇത് അള്ളാഹു കൊടുത്ത ആയത്ത് തന്നെയല്ലേ? അള്ളാഹു കൊടുത്ത ആയത്ത് തന്നെയാണെങ്കിൽ അള്ളാഹുവിന്റെ 3 പെൺമക്കൾ അവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളെ പോലെയാണ്, അവരുടെ ശുപാർശ സ്വീകരിക്കാമെന്ന് അള്ളാഹു കൊടുത്ത ആയത്തായിരുന്നു? അല്ലല്ലോ. പിശാജ് അദ്ദേഹത്തിന്റെ നാവിലേക്ക് ഇട്ടുകൊടുത്തു എന്നല്ലേ അവിടെ പറയുന്നത്? പിശാജ് അള്ളാഹു ആണ് എന്നുള്ള രീതിയിൽ പിശാജ് മുഹമ്മദിന്റെ നാവിലേക്ക് ഇട്ടുകൊടുത്തു എന്നല്ലേ ബ്രദറെ അവിടെ പറയുന്നത്? അത് തന്നെ, അങ്ങനെ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഈ ഖുർആനിലെ സൂറത്തുകൾ മൊത്തം അള്ളാഹുവിന്റെ വഹി പ്രകാരം വരുന്ന സൂറത്തുകളാണ്. ഇത് അള്ളാഹു സഹോദര, അപ്പൊ അതാണ് ഞങ്ങളുടെ ചോദ്യം. ഖുർആന്റെ ആയത്തുകൾ മുഴുവനും മുഹമ്മദിൽ നിന്ന് മുഹമ്മദിന് അള്ളാഹു കൊടുത്ത വഹി ആണെങ്കിൽ ഈ ഖുർആന്റെ ആയത്തിനകത്ത് പിശാജിന്റെ ആയത്തുകൾ എങ്ങനെ കയറി? ആ ആയത്താ പറഞ്ഞിരിക്കുന്നു. സൂറത്ത് നജ്ം 53 അതിന്റെ 19ഉം 20ഉം ആയത്തുകളിൽ പെട്ട ആയത്തുകളായിരുന്നു. അവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളെ പോലെയാണ്, അവരുടെ ശുപാർശ സ്വീകരിക്കാം. ഈ ആയത്ത്, ഈ പിശാജിന്റെ ആയത്ത് ബ്രദറെ എങ്ങനെ കേറി? കാരണം പിശാജ് വായിലോട്ട് ഇട്ടുകൊടുത്തതും മുഹമ്മദ് ആഗ്രഹിച്ചതും അതാണ്. അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോ? വാട്ട് ഹി ഡിസൈർഡ്. അവിടെ വാക്ക് നോക്കിക്കേ. വാട്ട് ഹി ഹോപ്ഡ് ഫോർ. അദ്ദേഹം ആഗ്രഹിച്ചതും പിശാജ് വായിലോട്ട് ഇട്ടുകൊടുത്തതും സെയിം കാര്യമായിരുന്നു. നിങ്ങളെ ആരും ഇത് പറഞ്ഞു തരത്തില്ല. ഇതൊന്നും മുസ്ലിം ലോകം സംസാരിക്കാത്ത, ഭയക്കുന്ന ഒരു ഭാഗമാണിത്. ഞാനല്ല ചോദിക്കുന്നത്, ഇവിടെ എന്താണ് കെട്ടിച്ചമച്ച് പറഞ്ഞതെന്നാണ് ഞാൻ ചോദിച്ചത്. കെട്ടിച്ചമച്ച് പറഞ്ഞ 2 വാക്കുകളാണ് ഞാൻ പിന്നെയും എടുത്തു പറയുന്നത്. ലാത്തയും മൂസയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വേറെ 3ാമതായി മനാത്തയും. അവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളെ പോലെയാണ്, അവരുടെ ശുപാർശ സ്വീകരിക്കാം. 2 വാക്കുകൾ അദ്ദേഹം കെട്ടിച്ചമച്ച് പറഞ്ഞു. അത് അള്ളാഹുവിൽ നിന്നല്ലായിരുന്നു. മുഹമ്മദ് കെട്ടിച്ചമച്ച് പറഞ്ഞതാണ് അവിടെ അള്ളാഹു പറഞ്ഞു. ഇതാരാ തന്നത്? ഈ ആയത്താരാ കൊടുത്തത്? ഇത് അള്ളാഹുവിന്റെ വഹി പ്രകാരം പറഞ്ഞ ആയത്താണ്.
അവിടെ പറയുന്നത് അള്ളാഹുവിന്റെ വഹി അല്ലായിരുന്നു, പിശാച് കൊടുത്തതാണെന്നല്ലേ പറയുന്നത്. താങ്കൾ അത് വായിച്ചോ? ആ ഭാഗം വായിച്ചോ? ഒന്നുകൂടെ വായിക്കാം, ഞാൻ ഒന്നുകൂടെ വായിക്കാം ബ്രദറെ, ഒന്നുകൂടെ വായിക്കാം. ഇത് കേൾക്കൂ. ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് recited it, but when he reached, have you thought upon Allat, Al-Uzza and Al-Manat the third? The devil put on his tongue, the devil എന്ന് പറഞ്ഞ പിശാച് അദ്ദേഹത്തിന്റെ നാവിലേക്ക് ഇട്ടുകൊടുത്തു. The devil put on his tongue what he had secretly wished and hoped for. അദ്ദേഹം സ്വകാര്യമായി അദ്ദേഹം ആഗ്രഹിച്ചതും അദ്ദേഹം ഇച്ഛിച്ചതുമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിന്റെ നാവിലേക്ക് ഇട്ടുകൊടുത്തു. എന്ത്? And said, they are mighty cranes, Garanek, and their intercession is hoped for. അവർ ശക്തിയായ കൊക്കുകളെ പോലെയാണ്, അവരുടെ ശുപാർശ സ്വീകരിക്കാം. ഇത് അള്ളാഹു കൊടുത്തതല്ല, ഇത് പിശാച് കൊടുത്തതാ. അദ്ദേഹം ആഗ്രഹിച്ചതും അത് തന്നെയാ. ലഭിതങ്ങൾ പറഞ്ഞത് പിശാച് ആഗ്രഹിച്ചത് പോലുള്ള ഒരു വാക്കാണ് അവിടെ പറഞ്ഞത്. അതല്ലാതെ പിശാച് ആഗ്രഹിച്ചതല്ല, പിശാച് ആഗ്രഹിച്ചല്ല, അദ്ദേഹം ആഗ്രഹിച്ചത്. അവിടെ എന്തുവാ പറയുന്നത് നോക്കിക്കേ, അവിടെ പറയുന്നത് രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല്. എക്സാക്ട്ലി. നിജാഷ് ബ്രദറെ അവിടെ ആ വാക്ക് ശ്രദ്ധിച്ചേ. അവിടെ വാക്ക് പറയുന്നത് ഹി ഹാഡ് സീക്രട്ട്ലി വിഷ്ഡ് ആൻഡ് ഹോപ്ഡ് ഫോർ. ഹി എന്ന് പറഞ്ഞാൽ ആരാ? മുഹമ്മദ്. ഹി എന്ന് പറഞ്ഞാൽ ആരാ ബ്രദറെ? എന്തോ കേട്ടില്ല. അവിടെ പറയുന്നത് ഹി ഹാസ് സീക്രട്ട്ലി ഹോപ്ഡ് ഫോർ ആൻഡ് വിഷ്ഡ് ഫോർ. ഹി എന്ന് പറഞ്ഞാൽ അവിടെ ആരെയാണ് സൂചിപ്പിക്കുന്നത്? പറ. താങ്കൾ പറയൂ, താങ്കൾ വായിച്ചിട്ട് പറയൂ, ആരെയാണ് സൂചിപ്പിക്കുന്നത്? പിശാചിനെയാണോ മുഹമ്മദിനെയാണോ? നിങ്ങൾ പറയാൻ പറഞ്ഞില്ലേ? അവിടെ ഒന്നുകൂടെ വായിക്കാം. The devil put on his tongue what he had secretly wished and hoped for. പിശാച് അദ്ദേഹത്തിന്റെ നാവിൽ അദ്ദേഹം ആഗ്രഹിച്ച കാര്യം അദ്ദേഹത്തിന്റെ നാവിലേക്ക് ഇട്ടുകൊടുത്തു. ഈ അദ്ദേഹം ആരാണ് അപ്പോ? മുഹമ്മദ്. എക്സാക്ട്ലി, അതാണ് ഞാനും പറയുന്നത്. മുഹമ്മദിന്റെ നാവിലോട്ട് പിശാച് ഇട്ടുകൊടുത്തു. ഇട്ടുകൊടുത്തു. പ്രശ്നം നമ്മളിപ്പോ ഇത്രയും നേരം ചർച്ച ചെയ്തത് എന്തുവാ? മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹു പറയാത്ത വഹിയായ കാര്യങ്ങൾ അദ്ദേഹം അള്ളാഹുവിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നാവിലൂടെ പറഞ്ഞു എന്നല്ലേ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യം. ഞാൻ പറയട്ടെ, നിബിധങ്ങൾ കെട്ടിച്ചമച്ച് അതായിരുന്നു പറഞ്ഞിട്ടുണ്ടോ? പിശാചിന്റെ വാക്ക് അദ്ദേഹം പറഞ്ഞോ ഇല്ലയോ? പിശാചിന്റെ വാക്കുകൾ പറഞ്ഞതാണെങ്കിൽ നിബിധങ്ങളുടെ മനസ്സിൽ അപ്പം ഒരു പ്രവാചകൻ പിശാചിന്റെ വാക്ക് പറയാവോ? എന്തോ പറയാ? അല്ല, പറയല്ല, നിങ്ങൾ തന്നെ പറഞ്ഞോ. അപ്പൊ അദ്ദേഹം പറഞ്ഞത് എനിക്ക് മനസ്സിലായത്, നബിതങ്ങള് നിഷ്കളങ്കനാണ് ഇക്കാര്യത്തിൽ. പിശാച് ആ വായിലിട്ട് കൊടുത്തു, അദ്ദേഹം അത് പറയുകയും ചെയ്തു. അതിനകത്തിപ്പന്നെ കുഴപ്പം? അദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിലൊരു കാര്യമില്ലേ? മുഹമ്മദ് ഇന്നസെന്റ് ആണ്, പിശാച് ഇട്ടുകൊടുത്തപ്പോ അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദി ആരാ? അൽപാസ്റ്റർ ശരിയാണ്. അതിനകത്ത് ഇപ്പൊ മുഹമ്മദ് ഇന്നസെന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിന്റെ തന്നെ നമ്മള് തബരിയുടെ തഫ്സീറിനകത്ത് നമ്മൾ എടുത്ത് വായിച്ചു തന്നാൽ മുഹമ്മദ് തന്നെ പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ പേരിൽ പല കാര്യങ്ങളും കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടുണ്ട്. നിജാഷ് അത് കേട്ടിട്ടുണ്ടോ? നിജാഷെ തരാം. അതൂടെ ബ്രദറെ തരാം. ഞാൻ പറയുന്നത് നബിതങ്ങൾ കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് ആ ഹദീസിലുള്ള എന്താണ് ആ കാര്യം എന്നും കൂടെ പറയണം. സഹോദര, പറയാവുന്ന തെളിവില്ലാതെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? തെളിവ് തരാം താങ്കൾക്ക്. ഒരു മിനിറ്റ് നിൽക്കൂ. മുഹമ്മദ് തന്നെ പറയുന്നുണ്ട്, ഞാൻ അള്ളാഹുവിന്റെ പേരിൽ പല കാര്യങ്ങളും ഫാബ്രിക്കേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, കെട്ടിച്ചമച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് അൽ തബരി വോള്യം 6 പേജ് നമ്പർ 111. അൽ തബരി വോള്യം 6 പേജ് നമ്പർ 111. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: That evening
ജിബ്രായിൽ came to him. ആ വൈകുന്നേരം ജിബ്രായിൽ മുഹമ്മദിന്റെ അടുത്തേക്ക് വന്നു. ആൻഡ് റിവ്യൂഡ് ദ സൂറ വിത്ത് ഹിം. അപ്പം ഈ സൂറത്ത് അൽ നജിം അവർ രണ്ടുപേരും റിവ്യൂ ചെയ്തു. പിന്നെയും നോക്കി വായിച്ചു, പിന്നെ നോക്കി. ആൻഡ് വെൻ ഹി റീച്ച് ദ ടു ഫ്രേസസ് വിച്ച് സൈറ്റൻ ഹാഡ് കാസ്റ്റ് അപ്പോൺ ഹിസ് ടങ്. അപ്പൊ ഈ രണ്ട് വാക്കുകൾ പിശാച് അദ്ദേഹത്തിന്റെ നാവിലേക്ക് ഇട്ടുകൊടുത്ത രണ്ട് വാക്കുകളിലേക്ക് അവരെത്തിയപ്പോൾ he said, I did not bring these two. അപ്പം ജിബ്രായിൽ പറയാ, ഞാൻ ഇത് രണ്ടും നിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നില്ലല്ലോ. Then the messenger of Allah said, അപ്പം മുഹമ്മദ് പറയുകയാണ്, I have fabricated things against Allah and I have imputed to him words which he has not spoken. ഞാൻ പിശാചിന്റെ നാക്കിലേക്ക് ഇട്ടുകൊടുത്തെന്നല്ല പുള്ളി പറയുന്നത് ഞാൻ അള്ളാഹുവിന്റെ പേരിൽ ഞാൻ കെട്ടിട്ടുണ്ട്. ഞാൻ വാക്കുകൾ, അള്ളാഹു പറയാത്ത വാക്കുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന്. I have fabricated things against Allah, words which he has not spoken. ഇത് ഹദീസ് ഏതിനകത്തില്ല ഹദീസ? ബ്രദറെ, ഇമാം തബരിയുടെ അൽ തബരി വോള്യം 6 പേജ് നമ്പർ 111 ഈ ഭാഗം പറയുന്നത്. ഈ ആയത്തിന്റെ സൂറത്ത് അൽ നജ്മിന്റെ അവിടെ എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കുന്നതാണ്. ഇമാം തബരിയെ പറ്റി കേട്ടിട്ടുണ്ടോ? അൽ തബരി കേട്ടിട്ടുണ്ടോ? തബരി കേട്ടിട്ടുണ്ട്. അത് തബരിയെ തൊട്ട് ആരാണ് നിവേദനം ചെയ്യുന്നത്? ഈ ഹദീസ് ആരാണ് നിവേദനം ചെയ്യുന്നത്? ആര് പറഞ്ഞതായിട്ടാണ് സഹോദര? പറയാം. ആ ഫുൾ ഭാഗം വായിക്കാം. ഇതിന്റെ സനദല്ല കേൾക്കേണ്ടത്, സനദ് കേൾക്കാം. പറയാം. അൽ ഖാസിം ബി അൽ ഹസൻ, അൽ ഹുസൈൻ ബി ദുഹ, ഹജാജ് അബു ഒരു ഖുറൈശികളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഇരിക്കുകയായിരുന്നു, കുറച്ച് ഖുറൈശികളുടെ ഇടയിൽ. വിഷിംഗ് ദാറ്റ് ഡേ ദാറ്റ് നോ റെവലേഷൻ വുഡ് കം ടു ഹിം ഫ്രം Allah which would cause them to turn away from him. അപ്പൊ അദ്ദേഹം ആഗ്രഹിച്ച എന്തുവാ? ഇന്ന് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് എനിക്ക് ഇവരിൽ നിന്നും അകറ്റി നീക്കുന്ന ഒരു ആയത്ത് പോലും വരാതിരിക്കട്ടെ എന്ന് മുഹമ്മദ് ആഗ്രഹിച്ചു. ഓക്കെ, which would cause him to turn away from him. Then Allah revealed. അത് കഴിഞ്ഞിട്ട് അള്ളാഹു ആയത്ത് കൊടുത്തു. ഏതാ? By the star when it set, your comrade does not err nor is deceived. അപ്പം അദ്ദേഹം ആയത്ത് ഓതിയതാണ്. നക്ഷത്രങ്ങളിലേക്ക് എത്തുമ്പോഴത്തേക്കിനും നിങ്ങളുടെ കൂട്ടത്തിലുള്ളവൻ തെറ്റിയിട്ടുമില്ല, വഞ്ചിക്കപ്പെട്ടിട്ടുമില്ല. And the messenger of Allah recited it until he came to. അപ്പൊ അദ്ദേഹം റിസൈറ്റ് ഓതിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം ഇവിടം വരെ എത്തി. എവിടെ? Have you thought upon Allat, Al-Uzza and Al-Manat the third, the other? ലാത്തയും മുസയും മനാത്തയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? When Satan cast on his tongue two phrases. അപ്പം പിശാച് അദ്ദേഹത്തിന്റെ നാവിലേക്ക് 2 ആയത്തുകളെ ഇട്ട് കൊടുത്തു. ഏതൊക്കെ ആയത്തുകളാ? These are high flying cranes, verily their intercession is to be desired. ഇവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളാണ്, ഇവരുടെ ശുപാർശ സ്വീകാര്യമാണ്. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഈ ആയത്തുകൾ അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറഞ്ഞതാണെന്നാണ് മുഹമ്മദ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. I have fabricated these two in against Allah. അള്ളാഹുവിന്റെ പേരിൽ ഞാൻ ഇത് ഫാബ്രിക്കേറ്റ് ചെയ്ത് പറഞ്ഞതാണെന്നാണ് മുഹമ്മദ് അവിടെ രേഖപ്പെടുത്തുന്നതായി ഇവിടെ വളരെ കൃത്യമായ സനദോട് കൂടി പേജ് നമ്പർ 111 പറയുന്നത്. ഇനി ഇതിന്റെ ശിക്ഷ അള്ളാഹു എന്ത് കൊടുക്കും? അള്ളാഹു എന്ത് ശിക്ഷ കൊടുക്കും എന്നാ പറഞ്ഞത്? ഖുറാന്റെ ആയത്ത് നമ്മൾ ആദ്യം വായിച്ചപ്പോൾ അതിനകത്ത് അള്ളാഹു ഏത് ശിക്ഷയാ കൊടുക്കുന്നത് മുഹമ്മദിന്? നിബിധങ്ങള് അള്ളാഹുവിന്റെ പേരിൽ അള്ളാഹു പറയാത്ത എന്തെങ്കിലും കാര്യം ഖുർആനിൽ കെട്ടിച്ചമച്ച് പറഞ്ഞാൽ പിരടിയിൽ എന്റെ വലത് കൈ കൊണ്ട് പിരടിയെ പിടിക്കുന്നതാണ് പറഞ്ഞത്. ഇവിടെ എന്ത് അദ്ദേഹത്തിന് സഹോദര, അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ പിന്നെയും അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. അദ്ദേഹം വിശ്വസിച്ചത് എന്താണ്? മുഹമ്മദ് വിശ്വസിച്ചത് ഞാൻ അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ച് പറഞ്ഞു ഈ ആയത്ത് അവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളെ പോലെയാണ്, അവരുടെ ശുപാർശ സ്വീകരിക്കാം. മനസ്സിലായോ?
അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പൊ എന്താണ് കുഴപ്പം? എന്താണ് കുഴപ്പം അങ്ങനെ പറഞ്ഞത്? കുഴപ്പം പറയാം. അതിന്റെ കുഴപ്പം പറയാം. അദ്ദേഹത്തിന്റെ മരണമാണ് കുഴപ്പം. അദ്ദേഹത്തിന്റെ മരണം താങ്കൾ കേട്ടിട്ടുണ്ടോ? മരണമെന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മരണം. നിജാഷ് ബ്രദറെ, അദ്ദേഹത്തിന്റെ മരണം താങ്കൾ കേട്ടിട്ടുണ്ടോ? മരണത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. താങ്കൾ ഈ ഹദീസ് ഒന്ന് വായിച്ചേ. ഞാൻ ഇപ്പം മേളിലിടുന്ന ബുഖാരി 4422 ഹദീസ് ഒന്ന് വായിച്ചേ. ഇപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന ഹദീസ് മേളിൽ സഹീഹ് ബുഖാരി 4428. നമ്മൾ ഇത് രണ്ടും മനസ്സിലാക്കുക ബ്രദറെ. ഖുറാന്റെ ആയത്തൊരിടത്ത് കിടക്കുന്നു. അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചു പറഞ്ഞാൽ അള്ളാഹു അദ്ദേഹത്തിന്റെ വലകൈ പിടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവനാടി വാക്ക് സൂക്ഷിക്കണം, ജീവനാടി മുറിച്ചു കളയും. നസ്രീൻ ബ്രദറെ, ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഈ പുള്ളിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഇതിന്റെ കുഴപ്പം എന്താന്ന്. ഇവര് ലാത്ത മനാത്ത ഹുസൈനെ ആരാധിക്കുന്നുണ്ടോന്ന് ചോദിച്ചേ. അവരിപ്പോ ലാത്ത മനാത്ത ഹുസൈനെ ആരാധിക്കുന്നുണ്ടോ? അത് ചെയ്യാനായിട്ടാണ് പുള്ളി പറഞ്ഞത്. നിജാസ് ബ്രദറിന് കാര്യം പിടികിട്ടോ? നിജാസ് ബ്രദറെ, ലാത്തയും മനാത്തയും മൂസയുടെയും മുൻപിൽ താങ്കൾ പോയി ശുപാർശ സ്വീകരിക്കുന്നുണ്ടോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ? ഇല്ല. പക്ഷെ മുഹമ്മദ് ചെയ്തിട്ടുണ്ട്. മക്കളായിട്ട് അംഗീകരിക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ മക്കളായിട്ട് അംഗീകരിക്കുന്നുണ്ടോ നിങ്ങള്? മുഹമ്മദ് ചെയ്തിട്ടില്ല. മുഹമ്മദ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിവുക. എവിടെ മുഹമ്മദ് ചെയ്തിട്ടില്ല? എന്റെ പൊന്ന് സഹോദര, താങ്കൾക്ക് ഇത് ആദ്യമായിട്ട് അത് കേട്ടത്. ഇപ്പം പൊട്ടനായിട്ട് ഇനി അഭിനയിക്കാനല്ലേ പറ്റത്തുള്ളൂ. അദ്ദേഹം ഈ 3 പെൺമക്കളുടെ മുൻപിൽ അദ്ദേഹം സുജൂദ് ചെയ്തിട്ടുണ്ടോ? ആര് അദ്ദേഹം മുഹമ്മദ് ഈ 3 പെൺമക്കളുടെ മുൻപിൽ ഖുറൈശികളുടെ കൂട്ടത്തിൽ സുജൂദ് ചെയ്തിട്ടുണ്ടോ? അള്ളാഹുവിന്റെ 3 പെൺമക്കളുടെ മുൻപിൽ ചെയ്തിട്ടില്ല. എന്റെ സഹോദര, അതല്ലേ തെളിവ് ഞാൻ ഇത്രയും നേരം തന്നത്. മേളിലിട്ടിരിക്കുന്ന അത് തഫ്സീർ വായിക്കതിന്റെ. നിങ്ങൾ ഏത് ലോകത്തായി കിടക്കുന്നത്? നിങ്ങൾ ഇതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ എന്റെ പൊന്നു സഹോദര, തെളിവുകൾ കാണുമ്പോൾ താങ്കൾ അത് വായിക്കാനുള്ള ആ സഹിഷ്ണുത കാണിക്കൂ. നിജാഷ് ബ്രദറെ, താങ്കൾ പറഞ്ഞു മുഹമ്മദ് ലാത്തയും മനാത്തയും മൂസയുടെ മുൻപിൽ സുജൂദ് ചെയ്തിട്ടില്ല, ശരിയല്ലേ? താങ്കൾ അതല്ലേ പറഞ്ഞത്? ശരിയാണ്. ഓക്കെ, അത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. താങ്കൾ പറയുന്ന ഈ വിശ്വാസം, താങ്കളുടെ വിശ്വാസം ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ? നോക്കണമല്ലോ, അതല്ലേ നിർബന്ധം. നോക്കണമല്ലോ. എന്നാൽ താങ്കൾ ഈ മേളിലിട്ടിരിക്കുന്ന തഫ്സീർ, ഈ സൂറത്ത് അൽ നജിം ഓതിയതിനു ശേഷം മുഹമ്മദ് കാണിച്ചത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. സൂറത്ത് അൽ നജിം ഈ ആയത്ത് വായിച്ചതിന് ശേഷം ദീസ് ആർ മൈറ്റി ക്രെയിൻസ്, their intercession is hoped for. ഹലോ, ഇതിന് ശേഷം മുഹമ്മദ് പറയൂ. ഇപ്പൊ നമ്മൾ എവിടെ കൊണ്ട് നിർത്തിയേ? നബിതങ്ങൾ സുജൂദ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം അവിടെ മുതൽ ഇങ്ങോട്ട് അതാണ് വായിക്കാൻ പോകുന്നത്. ഈ ആയത്ത് കേട്ടപ്പോൾ എന്ത് പറ്റി? ഈ ആയത്ത് കേട്ടപ്പോൾ when the Quraysh heard this, ഖുറൈശികൾ ഇത് കേട്ടപ്പോൾ they were very pleased, അവർക്ക് സന്തോഷമായി. The messenger of Allah carried on reciting until the end of the surah. അദ്ദേഹം സൂറത്തിന്റെ എൻഡ് വരെ എത്തി. and then prostrated, അദ്ദേഹം സുജൂദ് ചെയ്തു. മെക്കയിലെ ആയത്താണ് ഈ സൂറത്ത് അൽ നജിം. ആ സമയത്ത് ഖുറൈശികളുടെ മുൻപിൽ അവരുടെ വിഗ്രഹങ്ങൾ ലാത്തയും മനാത്തയും ഉസയും നിൽക്കുകയാ അവിടെ. പറഞ്ഞ മനസ്സിലായോ? ഖുറൈശികളോടായി സംസാരിക്കുന്നത്. ഖുറൈശി കൂട്ടത്തിന്റെ ഇടയിലാണ് അദ്ദേഹം പോയി നിന്നിട്ട് സംസാരിക്കുന്നത്. അദ്ദേഹം ഈ ആയത്ത് ഓതിയതിനു ശേഷം സുജൂദ് ചെയ്തു, പ്രോസ്ട്രേറ്റ് ചെയ്തു. ഇത് എത്രാമത്തെ ഏത് ഹദീസാണ്? എത്രാമത്തെ ഹദീസാണ്? ഖുറാൻ സൂറ ഹജ്ജ് 22:52 തഫ്സീർ ആണിത്. അസ്ബാബ് അൽ നസൂൽ. അതിനകത്ത് സൂറ നജിമിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുകയാ. സൂറ നജിമിൽ എന്താണ് നടന്നത്, എന്താണ് ആ ദിവസം നടന്നതിന്റെ എക്സ്പ്ലനേഷൻ പറയുകയാ. മെക്കയിൽ വെച്ച് മുഹമ്മദ് എന്തു ചെയ്തു ഖുറൈശികളെ സന്തോഷിപ്പിക്കാൻ എന്നതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ പറയുന്നത്.
അദ്ദേഹം ഈ അള്ളാഹുവിന്റെ 3 പെൺമക്കൾ ഉണ്ടായിരുന്നു എന്ന് ഖുറൈശികൾ വിശ്വസിച്ചു. ആ സെയിം അള്ളാഹുവിനെ പിടിച്ചിട്ടാണ് അദ്ദേഹം ഏകദൈവമാക്കാൻ നോക്കിയത്. ഈ അള്ളാഹുവിന്റെ 3 പെൺമക്കൾ മെക്കയിൽ ആ സമയത്തുണ്ട്. ഈ 3 പെൺമക്കളുടെ മുൻപിലാണ് ഖുറൈശികൾ നിൽക്കുന്നത്. ഖുറൈശികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സൂറത്ത് അൽ നജ്മിന്റെ ഈ വാക്കുകൾ പറഞ്ഞു. ഈ ലാത്തയും മനാത്തയും ഉസ്സയും പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളെ പോലെയാണ്. ഈ സൂറയുടെ അവസാന ഭാഗം എത്തിയപ്പോൾ അദ്ദേഹം സുജൂദ് ചെയ്തു. ഇത് കണ്ടപ്പോൾ മുസ്ലിങ്ങൾ സുജൂദ് ചെയ്തു. പാവപ്പെട്ട മുസ്ലിങ്ങൾ, ഇത്രയും നേരം അള്ളാഹുവിനെ ഏകദൈവമായി വിശ്വസിച്ചിരുന്ന ഈ മുസ്ലിങ്ങൾ മുഹമ്മദ് ചെയ്യുന്നത് കണ്ടിട്ട് അവരും സുജൂദ് ചെയ്തു. ഖുറൈശികൾക്ക് കണ്ടിട്ട് ഭയങ്കര സന്തോഷമായി, അവരും സുജൂദ് ചെയ്തു. ഇതാരും നിങ്ങളോട് പറഞ്ഞു തരത്തില്ല. മുഹമ്മദ് ഒരു കാഫിറായ ദിവസമായിരുന്നു ഇത്. നിങ്ങളുടെ പണ്ഡിതന്മാർ വായിൽ നിന്നും എടുക്കാത്ത തഫ്സീറുകളും വാക്കുകളുമാണ് ഈ ആയത്തുകൾ. അവർക്ക് ഏറ്റവും ഭയമുള്ള, അവരേറ്റവും വെറുക്കുന്ന ഒരായത്താണിത്. ആ സെയിം അള്ളാഹുവിനെ അല്ലയോ പിടിച്ചിട്ട് ഏകദൈവമാക്കാൻ മുഹമ്മദ് നോക്കിയത്. ഖുറൈശികളുടെ ഇടയിൽ 360 ദേവീ ദേവതന്മാരുണ്ടായിരുന്നു. അതിനകത്ത് അള്ളാഹു ഉണ്ടായിരുന്നു. അള്ളാഹുവിന് 3 പെൺമക്കളുണ്ടെന്ന് ഖുറൈശികൾ വിശ്വസിച്ചു. ആ സെയിം ഖുറൈശികളാണ് പറയുന്നത്, എടാ അള്ളാഹുവിന് 3 പെൺമക്കളുണ്ട്. ഇപ്പം മുഹമ്മദ് എന്ത് ചെയ്തു? മുഹമ്മദ് ചെന്നിട്ട് അവരെ സന്തോഷിപ്പിച്ച്, അവരെ കൂട്ടത്തിൽ കൂട്ടാൻ, അവരെ ഇസ്ലാമിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ആയത്താണ്. അതിനകത്ത് പിശാച് അദ്ദേഹത്തെ സഹായിച്ചു. ഇത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു തരുന്നതായിട്ട്, ഈ തഫ്സീർ വ്യാഖ്യാനിക്കുന്നതായി താങ്കൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലുള്ള താങ്കൾ പഠിക്കുന്ന ഏതെങ്കിലും മദർസകളിൽ ഈ പണ്ഡിതന്മാർ ഇത് പഠിപ്പിക്കുന്നതായി, ഈ സൂറത്ത് ഹജ്ജിനെ പറ്റിയോ ഹജ്ജിന്റെ പുറകിലത്തെ വ്യാഖ്യാനത്തെ പറ്റിയോ സൂറത്ത് നജ്മിനെ പറ്റിയോ പഠിപ്പിക്കുന്നതായിട്ട് താങ്കൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം അവർ പറയത്തില്ല. ഇത് പറഞ്ഞ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും മുർത്തതുകളാകും. കാരണം നിങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്തുവാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ അദ്ദേഹം ഏകദൈവ വിശ്വാസം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷെ അദ്ദേഹം കാഫിറായ ദിവസമായിരുന്നു ഇത്. ഇന്നും പോയി നിങ്ങൾ സഫ മർവയ്ക്ക് ചുറ്റും നിങ്ങൾ തവാഫ് നടത്തുന്നുണ്ടോ? സൈ ചെയ്യുന്നുണ്ടോ? ഈ സഫ മർവ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽമനാത്തയും അൽ ഉസയുടെയും 2 പർവ്വതങ്ങളായിരുന്നു. അന്ന് ഖുറൈശികൾ അതിനു ചുറ്റും അൽമനാത്തയും അൽ ഉസയെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു തവാഫ് ചെയ്തിരുന്നു. അതിന്റെ പേര് മാറ്റിയിട്ട് ഇപ്പൊ നിങ്ങൾ അത് അള്ളാഹുവിന്റെ പേരിലാക്കി. പണ്ട് ഖുറൈശികൾ ഹജ്ജ് ചെയ്തുകൊണ്ടിരുന്നു. സഫ മർവ പർവ്വതങ്ങളില്ലേ? സഫ മർവ പർവ്വതങ്ങൾ. സഫ മർവ പർവ്വതം എന്ന് പറയുന്നത് ഖുറൈശികളുടെ സമയത്ത്, മുഹമ്മദിന്റെ സമയത്ത് അൽ ഉസയുടെയും അൽ മനാത്തയുടെയും അവരുടെ ആരാധനാ ക്ഷേത്രങ്ങളായിരുന്നു, ആരാധനാ പർവ്വതങ്ങളായിരുന്നു. അതിനു ചുറ്റും അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ തവാഫ് ചെയ്യുമായിരുന്നു. അതെവിടെ പറഞ്ഞേക്കുന്നു? അവരുടെ ഹദീസ് ഉണ്ട് ബ്രദറെ ഹദീസ് ഉണ്ട്. ഞാൻ നമ്മുടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബ്രദറിന് ഹദീസ് തരാതെ ഞാൻ വിടത്തില്ലല്ലോ. ഞാൻ ഹദീസ് തരാം, തെളിവ് തരാമല്ലോ. സഫ മർവ എന്ന് പറയുന്നത് ഖുറൈശികൾ അന്ന് പണ്ട് ഈ അൽ മനാത്തയും അൽ ഉസയ്ക്കും വേണ്ടിയിട്ട് അവര് ആരാധനയായി അർപ്പിച്ചിരുന്ന സ്ഥലമാണ്. സഹീഹ് അൽ ബുഖാരി 4861 എഴുതിയെടുത്തോളൂ ബ്രദറെ, എഴുതിയെടുത്തോളൂ. സഹീഹ് അൽ ബുഖാരി 4861 4861. മേളിൽ തെളിവിടണോ? ഓക്കെ, ഇട്ടേക്കാം. ബ്രദർ പറഞ്ഞത് കൊണ്ട് ബ്രദർ എന്ത് ചോദിച്ചാലും ഞങ്ങൾ ഇവിടെ തെളിവില്ലാതെ ഒരു പരിപാടിയില്ല ബ്രദറെ. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ തെളിവ് ഇട്ടിട്ട് പറയണല്ലോ. 4861 സഹീഹ് അൽ ബുഖാരി. തവാഫ് അറൗണ്ട് ദ സൈ. തവാഫ് ദേ ഞാൻ തെളിവ് വരാം, കേട്ടോളൂ.
ഈ തെളിവ്, ഈ ലിങ്ക് ബ്രദർ സേവ് ചെയ്ത് വെക്കണം. ഏതെങ്കിലും പണ്ഡിതനെ ഇത് കാണിച്ചിട്ട് ചോദിക്കണം, എന്തിനാണ് പണ്ട് ഖുറേഷികൾ ഈ മനാത്തയും ഉസയ്ക്കും ചുറ്റും ഈ സൈ അല്ലെങ്കിൽ ഈ സൈ ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ തവാഫ് ചെയ്തുകൊണ്ടിരുന്ന ഈ പർവ്വതത്തിന് ചുറ്റും നമ്മൾ ഇന്ന് പോയിട്ട് എന്തിനാണ് ഈ സൈ ചെയ്യുന്നത്? നിങ്ങൾ ചോദിക്കുക. ഞാൻ ബുഖാരിയുടെ ഹദീസിൽ നിന്ന് മേളിൽ തെളിവിട്ടിട്ടുണ്ട്. 48:61. നറേറ്റഡ് ഉർവ, ഐ ആസ്ക്ഡ് ഐഷ. ഐഷയോട് നമ്മൾ ചോദിച്ചു. ഐഷ ആരാണ് നിജാസ് ബ്രദറെ? ഭാര്യ, നബിതങ്ങളുടെ ഭാര്യ. ഞാൻ ഐഷയോട് ചോദിച്ചു. ഐ ആസ്ക്ഡ് ഐഷ റിഗാർഡിംഗ് ദ സൈ ബിറ്റ്വീൻ സഫ ആൻഡ് മർവ. സഫയും മർവയ്ക്കും ചുറ്റുമുള്ള സൈയെ പറ്റി ഞാൻ ചോദിച്ചു. ഷീ സെഡ്, out of the reverence to the idol Manath which was placed in al-Mushayla. നമ്മൾ എന്തിനാണ് സഫയും മർവയ്ക്കും ചുറ്റും നമ്മൾ എന്തിനാണ് ഈ സൈ ചെയ്യുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ പുള്ളിക്കാരത്തി ഐഷ പറഞ്ഞത്, ഇത് മനാത്ത് എന്ന വിഗ്രഹത്തോടുള്ള ആദരവ് കാരണമാണ് നമ്മൾ ഈ കാര്യം ചെയ്തിരുന്നത്. ഔട്ട് ഓഫ് ദ റെവറൻസ് ടു ദ ഐഡൽ മനാത്ത് വിച്ച് വാസ് പ്ലേസ്ഡ് ഇൻ അൽ മുഷൈല. അൽ മുഷൈലയിൽ വെച്ചിരുന്ന ഈ മനാത്ത് എന്ന വിഗ്രഹത്തിന് ആദരവോട് കൂടിയാണ്. ദോസ് ഹു യൂസ് ടു അസ്യൂം ഇഹ്റം ഇൻ ഇറ്റ്സ് നെയിം. മനാത്തിന്റെ പേരിൽ ഇഹ്റം ചെയ്തിരുന്നവരായിരുന്നു ഇത് ചെയ്തിരുന്നത്. യൂസ്ഡ് നോട്ട് ടു പെർഫോം സൈ ബിറ്റ്വീൻ അൽ സഫ മർവ. സോ അല്ലാഹ് റിവീൽഡ്. അപ്പോഴത്തേക്കിനും അള്ളാഹു ഒരു ആയത്ത് കൊടുക്കുന്നു. ഏതായത്താ? വെർലി അൽ സഫ ആൻഡ് അൽ മർവ ആർ എമംഗ് ദ സിംബൽസ് ഓഫ് അല്ലാഹ്. അൽ സഫയും അൽ മർവയും ഇത് അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള ഒരു സിംബലാണ്. ഖുർആൻ സൂറത്ത് അൽ ബഖറ 2:158 ആയത്ത്. അപ്പോഴത്തേക്കിനും അള്ളാഹു കൊടുക്കുക. ഖുറൈശികൾ പണ്ട് മനാത്തയ്ക്ക് വേണ്ടിയിട്ടും അവിടെ ഉണ്ടായിരുന്ന ഉസയ്ക്കും വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തിരുന്നത്. സ്പെഷ്യലി അവർ മനാത്തയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്തിരുന്നത്. അള്ളാഹു അതിനെ പിടിച്ചെടുക്കുക. അള്ളാഹു പറയാ, അല്ല, ഇത് അള്ളാഹുവിന്റെ സിംബലാണ്. പറഞ്ഞു മനസ്സിലായോ? ഇത് ഹലോ, ഇത് ഖുറേഷികളല്ലേ, ഖുറേഷികളുടെ വിശ്വാസപ്രകാരമല്ലേ അവര് അങ്ങനെ വിചാരിച്ചത്? മുഹമ്മദ് ഖുറേഷികളുടെ ഗോത്രത്തിൽ നിന്നായിരുന്നു. അത് അതിന് അവരുടെ ഖുറേഷികൾ ബ്രദറെ, ഖുറേഷികൾക്ക് തവാഫ് ചെയ്യുന്ന ഒരു പ്രവൃത്തി ഉണ്ടായിരുന്നു. ഇന്നും നിങ്ങൾ തവാഫ് ചെയ്യുന്നുണ്ടോ? തവാഫ് ചെയ്യുന്നുണ്ട്. ഖുറേഷികൾ വിഗ്രഹാരാധികളായിരുന്നു. ഖുറേഷികൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം വിഗ്രഹങ്ങളെ അവിടെ ആരാധിച്ചിരുന്നു. എക്സാക്ട്ലി. അവിടെ ഖുറേഷികൾ വിഗ്രഹാരാധികളായിരുന്നല്ലോ. ആയിരുന്നു. നബിതങ്ങൾ വരുന്നതിന് മുമ്പ് ആ വിഗ്രഹ ആരാധനയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് നബിതങ്ങൾ വന്നത്. അതെ, 360 വിഗ്രഹങ്ങളിൽ നിന്നും 359 എടുത്തു കളഞ്ഞിട്ട് ഇന്നും അവിടെ കല്ല് വെച്ചിട്ടുണ്ടോ? കല്ല് വെച്ചിട്ട് അതെന്താ വിഗ്രഹാരാധനയാണ് കല്ല് വെച്ചേക്കുന്നത്? ഈ കല്ലിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതാരാ പറഞ്ഞത് താങ്കളോട് ഈ കല്ലിന് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന്? മുഹമ്മദ് പറയുന്നു, ഈ കല്ല് നിങ്ങളുടെ പാപം മോചിക്കും. എവിടെ പറഞ്ഞു ഈ കല്ല് നിങ്ങളുടെ പാപം മോചിക്കുന്ന ഹദീസിലുണ്ടോ? പറയാം. അതും പറപ്പഴി ബ്രദറെ. ഇസ്ലാം വിഗ്രഹാരാധികളുടെ മതമാണ്. നിർബന്ധിതമായിട്ടും നിങ്ങളെ തെളിവ് തരാം. മുഹമ്മദ് പഠിപ്പിച്ചത് ഞാൻ പറയട്ടെ. ഈ ഖുറൈശികളുടെ വിശ്വാസ പ്രകാരമാണ് സഫ മർവ അവര് പറഞ്ഞേക്കുന്നത്. നബിതങ്ങൾ അതിനുശേഷമാണ് അത് അള്ളാഹുവിന്റെ 2 അടയാളങ്ങളാണ്. സഫ മർവ എന്നുള്ളത് 2 അടയാളങ്ങളാണ്. അതിനു മുൻപേ എന്തുവായിരുന്നു? അതിനു മുമ്പ് സഫ മർവ ഹാജറ ബീവിയുടെ ഓർമ്മ പുതുക്കാൻ വേണ്ടിയുള്ള ഇസ്മായിലിന്റെ ചരിത്രത്തിലുള്ളതാണ്. ഇതാരാ താങ്കളോട് പറഞ്ഞത്? ആരാ താങ്കളോട് ഇത് പറഞ്ഞത്? ഖുർആനാദി പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഖുർആനാദി സൂറത്തുൽ ഹജ്ജിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. സൂറത്തുൽ ഹജ്ജിന്റെ ഏതായത്തിൽ പറയുന്നുണ്ട്? ഇപ്പൊ എടുക്കാൻ സമയമില്ല. ഇതെല്ലാം മുഹമ്മദ് ഓരോ കാര്യങ്ങളും ഹിസ്റ്റോറിക്കലായി ഇല്ലാത്ത കാര്യങ്ങൾ പുള്ളി പറയുക മാത്രമാണ്. ഇതിനൊന്നും തെളിവുകളില്ല. ഇനിയും താങ്കൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ കല്ലിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കല്ലിന് എന്തെല്ലാം ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കല്ല് തന്നെയാണ്.
അത് കല്ല് അള്ളാഹു കല്ലാണെന്നല്ലല്ലോ അള്ളാഹു ആ കല്ലിനെ ബഹുമാനിക്കാൻ വേണമെന്ന് പറഞ്ഞു. നബി തങ്ങൾ മുഹമ്മദ് ഈ കല്ലിനെ നോക്കിയിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടുണ്ടോ? കല്ലിനെ നോക്കി അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടുണ്ടോന്നോ? മുഹമ്മദ് ഈ കല്ലിനെ നോക്കി അള്ളാഹു അക്ബർ ചൂണ്ടിക്കാണിച്ചിട്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടുണ്ടോ? അള്ളാഹു അക്ബർ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കുഴപ്പം? കല്ലാണോ അള്ളാഹു? ബ്രദറെ, ഒരു കല്ലിനെ ചൂണ്ടിക്കൊണ്ട് അദ്ദേഹം അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ കല്ലിന് പ്രത്യേകത ഇല്ലെന്നാണോ? ഇതെന്തോ ഈ കല്ലെന്തോ പിന്നെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയൂ. മുഹമ്മദ് ഒരു കല്ലിനെ ചൂണ്ടി. അതല്ല, ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് യാ അള്ളാഹ് എന്ന് വിളിച്ചാൽ നിങ്ങൾ അള്ളാഹാണോ? അല്ല, ഞാൻ മനുഷ്യനാണല്ലോ. താങ്കൾ എന്നെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്നല്ലല്ലോ മുഹമ്മദ് വിളിച്ചത്. മുഹമ്മദ് കല്ലിനെ ചൂണ്ടിക്കൊണ്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചത്. അയ്യോ ബ്രദറെ, അള്ളാഹു അക്ബർ നമ്മളെ നോക്കിക്കൊണ്ട് വിളിച്ചാൽ നമ്മളെല്ലാം ഓടി രക്ഷപ്പെടും. ബ്രദറെ, ഇന്ന് ആരും അള്ളാഹു നമ്മളെ നോക്കിക്കൊണ്ട് അള്ളാഹു അക്ബർ വിളിച്ചാൽ ഞങ്ങളൊക്കെ ഓടി ജീവനെ ഓടി രക്ഷപ്പെടും. നിജാഷ് ഇവിടെ നിൽക്കൂ ബ്രദറെ. ഈ കല്ലിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും? നിങ്ങളുടെ പാപം മോചിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. തെളിവ് തരാം. ഈ കല്ല് എന്തൊക്കെ ചെയ്യുമെന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചിരിക്കുന്നത്. സുനൻ അൻ-നസായി 29:19. സുനൻ അൻ-നസായി 29. ബ്രദറെ, മുഹമ്മദ് പറയാത്ത കാര്യം നിങ്ങൾ പറയരുത്. പറഞ്ഞു മനസ്സിലായില്ല? നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സംസാരിക്കാമല്ലോ. 29:19 ഞാൻ തെളിവ് തരാമല്ലോ ബ്രദറെ, തെളിവ് തരാം. ഓരോന്നായിട്ട് നമുക്ക് ഇതൊന്നും നോക്കാം. ഈ കല്ല് ചുമ്മാതെ ഉള്ള കല്ലല്ല, മനസ്സിലായില്ലേ? ഈ കല്ലിന്റെ ചരിത്രം നിങ്ങൾക്ക് അറിയാവോ? അറിയാമല്ലോ. അയ്യോ, ചരിത്രത്തെ പറ്റി ഒന്നും പറയരുത്. ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നാറ്റ കേസാണ്. എന്റെ പൊന്നെ, ഞാൻ ഇതിന്റെ ചരിത്രത്തെ പറ്റി പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. എന്റെ യൂട്യൂബ് ചാനലിൽ പോയി നോക്കിയാൽ മതി. ഞാൻ കല്ലിന്റെ ചരിത്രം പറഞ്ഞ കുറെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചിരിച്ച് ഒരു വഴിയായതാണ്. ഇവിടെ വീരു എന്ന് പറഞ്ഞ ഒരു സഹോദരൻ ഈ കല്ലിന്റെ ചരിത്രം എടുത്തോണ്ട് വന്നപ്പം പുള്ളി വായിച്ച ഇത് വായിക്കും. നിജാഷ് ബ്രദർ ഫോക്കസ് ചെയ്യൂ. സുനൻ അൻ-നസായി ഈ ഹദീസ് വായിക്കൂ. സുനൻ അൻ-നസായി 29:19. വായിക്കും. It was narrated from Abdullah bin Ubayd bin Umair that a man said, "O Abu Abdurrahman, why do I only see you touching these two corners?" അപ്പൊ ഒരാള് ചോദിക്കാണ്, അല്ലയോ അബ്ദുറഹ്മാനെ, താങ്കൾ ഈ രണ്ട് കോർണേഴ്സിനെ എന്തിനാണ് ഇങ്ങനെ തൊടുന്നത്? He said, I heard the messenger of Allah say, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടു. എന്ത്? Touching them erase sin. ഇതിനെ തൊടുന്നവന് പാപമോചനമുണ്ടാകും. ടച്ചിങ് ദം ഇറേസ് സിൻ. ഒരു തെളിവൂടെ, ജാമിയ തിർമിദി 9:5-9. ഈ തെളിവ് ആദ്യം സേവ് ചെയ്ത് വെച്ചോളൂ. ഈ ഭാഗം, ഈ കല്ലിനെ തൊട്ട് കഴിഞ്ഞാൽ ഇത് പാപം മോചിച്ചു തരും, ഇറേസ് സിൻ എന്ന് പറയുമ്പോൾ തിർമിദി എന്ത് പറയുന്നു? തിർമിദി 9:5-9. നിങ്ങൾ ഇത് വെറും ഒരു കല്ലാണെന്നൊന്നും പറഞ്ഞു കളയല്ലേ കേട്ടോ. അയ്യോ, അവിടെ ഹജ്ജ് ചെയ്യാൻ പോകുന്നവർ അതിനെ ഉമ്മ വെക്കുന്നതും നക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ വല്ലായ്മ തോന്നും. അവിടെ അടിയാണ്. ഉമ്മ വെക്കുന്നത് നക്കുന്നത് അതിനോടുള്ള ബഹുമാനം കൊണ്ടാണ്. അതിനുള്ള ബഹുമാനമല്ല ബ്രദറെ, ബഹുമാനം മാത്രമല്ല. ബഹുമാനം മാത്രമല്ല. അപ്പൊ കേരള മുഖ്യമന്ത്രിയെ കിട്ടിക്കഴിഞ്ഞാൽ ബഹുമാനം തോന്നിട്ട് നിങ്ങൾ ഉമ്മ നോക്കുകയും നക്കുകയും ചെയ്യൂ? നിജാഷ് ബ്രദറെ, ഇത് ബഹുമാനം ഉമ്മ വെക്കുന്നത് വെറും ബഹുമാനമല്ല, ഇതിന് പാപം മോചിക്കാനുള്ള കഴിവുണ്ട് എന്നാണ് മുഹമ്മദ് പഠിപ്പിച്ചത്. അടുത്ത തെളിവ് വായിച്ചോളൂ. ജാമിയ തിർമിദി 9:5-9. ഇബ്ൻ ഉബൈദ് ബിൻ ഉമൈർ narrated from his father. പുള്ളിയുടെ അപ്പനിൽ നിന്ന് അദ്ദേഹം നറേഷൻ ചെയ്യുക. Ibn Umar was clinging to the two corners in the manner that I had not seen any of the companions of the Prophet doing. വേറെ ഒരു മുഹമ്മദിന്റെ ഒരു കൂട്ടത്തിലുള്ള ഒരു കമ്പാനിയൻസും ചെയ്യാത്തതുപോലെ ഇബ്ൻ ഉമർ ഈ രണ്ട് ഭാഗങ്ങളെ തൊടുന്നതായിട്ട് ഞാൻ കണ്ടു. So I said, "O Umair bin Abdurrahman, you are clinging on to the two corners in the manner I have not seen any of the companions of the Prophet clinging." താങ്കള് ഈ ഭാഗത്തെ തൊടുന്നത് വേറെ മുഹമ്മദിന്റെ ഒരു സഹാബിയും തൊടാത്ത പോലെയാണല്ലോ താങ്കൾ തൊടുന്നത്. അപ്പം ഇദ്ദേഹം ഉത്തരം പറയുക, മുഹമ്മദിന്റെ സഹാബി ഉത്തരം പറയുക. So he said,
ഐ ഡു ഇറ്റ് ബിക്കോസ് ഐ ഹേർഡ് ദ മെസ്സഞ്ചർ ഓഫ് അല്ലാ സേ. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു. എന്ത്? ടച്ചിങ് ദം അറ്റോൺ ഫോർ സിൻ. ഈ കല്ലിനെ തൊട്ട് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? പാപമോചനം ചെയ്യും. ഖുറേശികൾ പണ്ടും കല്ലും അവിടെ മണ്ണും ഒക്കെ വെച്ചിട്ട് അവരാരാധിക്കുമായിരുന്നു. അതിനെ തൊടുമ്പോൾ അവർ പാപമോചനം കിട്ടുമെന്ന് അവർ വിശ്വസിച്ചു. ഇന്നും നിങ്ങൾ അത് തന്നെയാ ചെയ്യുന്നത്. അവിടെ 360 കല്ലുകൾ ഉണ്ടായിരുന്നു, അതിനകത്തുനിന്ന് 359 എടുത്തു കളഞ്ഞു. ഒരു കല്ല് ഇന്നും ഉണ്ട്. നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ? ഇനി ഈ കല്ല് അള്ളാഹുവിന്റെ കൈയാണോ? നിജാഷ് ഭായി, ഈ കല്ല്, ഈ ഹസറുൽ അസ്വദ് എന്ന് പറയുന്ന ഈ കല്ല്, ഇത് അള്ളാഹുവിന്റെ കൈയാണോ? കൈയല്ല. അള്ളാഹുവിന്റെ കൈയല്ല. ഓക്കെ, അപ്പൊ മുഹമ്മദ് പറയുന്നത് കള്ളത്തരമായല്ലോ ബ്രദറെ. താങ്കൾ അത് കേട്ടിട്ടുണ്ടോ? എന്താ പറഞ്ഞു? കൈയാണെന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ. ആ, പറയാം. തെളിവ് തരാം. ഇത് തെളിവ് എടുത്താണ് കേട്ടോ. ഇനി തെളിവ് തന്നില്ലെന്ന് പറയല്ലേ കേട്ടോ. അടുത്ത തെളിവ് സുനൻ ഇബ്ൻ മാജ 2:9-57. താങ്കൾ ഇന്ന് ഇത്രയും കാലവും താങ്കളെ ഇസ്ലാമിക ലോകത്ത് പണ്ഡിതന്മാര് പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും താങ്കൾ ഇന്ന് പഠിക്കുന്നതായിരിക്കും. സുനൻ കേട്ടോളൂ. കേൾക്കുന്നുണ്ട്. ഞാൻ ഇന്നല്ലേ പരിപാടി, ഞാൻ എന്ന് ഈ പരിപാടി കാണുന്നതാ, ഞാൻ കേറുന്നില്ലെന്ന്. ആ, കേറണം ബ്രദറെ, കേറി ബ്രദർ സംസാരിക്കണം. അതിനെന്താ ബ്രദർ നല്ല പോലെയല്ലേ സംസാരിക്കുന്നത്. ബ്രദറിനോട് ഞങ്ങൾ വൃത്തികേടായിട്ട് എന്തെങ്കിലും പറഞ്ഞോ? പറഞ്ഞില്ലല്ലോ. ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇത്രയും നേരം തെളിവ് വെച്ചിട്ടല്ലേ സംസാരിച്ചത്. വേറൊരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു ക്രിസ്ത്യൻ വന്നിട്ട് ഇച്ചിരി മോശമായിട്ട് പെരുമാറുന്നുണ്ട്. ഞാൻ ഇഷ്ടംപോലെ ബ്രദറെ ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടം പോലെ മുസ്ലിങ്ങൾ വന്നിട്ട് പച്ച തെറി വിളിച്ചു പോകുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതിനനുസരിച്ചുള്ള മറുപടി പലപ്പോഴും ഞങ്ങൾ കൊടുക്കാറുണ്ട്. അത് നിജാസ് ബ്രദറെ തെളിവ് കുഴപ്പമില്ല. തെളിവ് വെച്ചിട്ട് കേൾക്കൂ. സുനൻ ഇബ്ൻ മാജ 2957. ഞാൻ സുനൻ ഇബ്ൻ മാജ 2957 ഇച്ചിരി നീണ്ട ഹദീസാണ്. ഞാൻ ആ ഭാഗം വായിക്കാം. മേൽ തെളിവിട്ടിട്ടുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഒക്കെ വായിച്ച് അർത്ഥം പറഞ്ഞു വരുമ്പോഴത്തേക്ക് നേരം വെളുക്കും. ബ്രദറെ, താങ്കൾക്ക് ഞാൻ പുസ്തകത്തിന്റെ തെളിവാണ് തന്നിരിക്കുന്നത്. താങ്കൾ മലയാളത്തിൽ വേണമെങ്കിൽ എടുത്തോളൂ. ഇംഗ്ലീഷിൽ ഇത് പുസ്തകത്തിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വോള്യം 4 ബുക്ക് നമ്പർ 25 ഹദീസ് നമ്പർ 2957 ഈ ഭാഗമുണ്ട്. ഇത് ഏതിനകത്തിലാണ്? ബുഹാരിയോ? അല്ലല്ല, ഇബ്ൻ മാജ. നിങ്ങൾ ഈ ഇബ്ൻ മാജ ബുഹാരിയിലെ ഹദീസ് ഒന്നും കൊണ്ടുവരത്തില്ല? ഇതിനുള്ള തെളിവൊക്കെ അതിനകത്തില്ല ബ്രദറെ. ബുഖാരി ഉണ്ട്, സഹീഹ് മുസ്ലിം ഉണ്ട്, സിഹായ് സിത്ത എന്ന് പറയുന്ന ബ്രദറെ, ഇസ്ലാമിന്റെ സിഹായ് സിത്ത എന്ന് പറയുന്ന 6 ഹദീസുകളിൽ മേജറായി നിൽക്കുന്ന 6 ഹദീസുകളാണ് ഉള്ളത്. അതിനകത്തുനിന്ന് സുനൻ ഇബ്ൻ മാജയും ഒരെണ്ണമാണ്. ഏറ്റവും ഉത്തമമായത് സഹീഹ് മുസ്ലിം, സഹീഹ് ബുഖാരി. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തെളിവ് പിടിക്കുന്നത്. ബ്രദറെ, ബുഖാരി താങ്കൾക്ക് ഇത്രയും നേരം തന്നല്ലോ. ബുഖാരിക്കകത്തുനിന്ന് അല്ല, ഞാൻ പറഞ്ഞ ഇതിന് ഇത്രയും നേരം താങ്കൾക്ക് ബുഖാരിക്കകത്തുനിന്ന് തന്നല്ലോ. ബുഖാരി മാത്രമല്ല, വേറെ പല പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് താങ്കൾക്ക് ഇത് തരുന്നത്. സുനൻ ഇബ്ൻ മാജ 295 സമ്മതിച്ചു. പക്ഷേ ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ പ്രാബല്യം ഉള്ളത് ഈ രണ്ട് ഹദീസുകളിലാണ്. മുസ്ലിം അങ്ങനെ മാത്രമല്ല, ഇസ്ലാമിനകത്ത് സഹായ സിത്ത എന്ന് പറയുന്ന 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ മേജറായിട്ടുള്ള ഈ ഹദീസുകളെല്ലാം സ്വീകാര്യമാണ്. ബുഖാരി മാത്രമല്ല. അത് നിങ്ങളോട് പണ്ഡിതന്മാര് മാത്രം പറയത്തുള്ളൂ, ബുഖാരിയിൽ നിന്ന് മാത്രമേ എടുക്കത്തുള്ളൂ. അങ്ങനല്ല. ഈ ഹദീസ് ഇപ്പം വായിക്കുന്ന ഹദീസ് ആര് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്? ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുള്ള ബിൻ ഉബൈദ് ബിൻ ഉമേർ ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ ഞാൻ വായിക്കാം, അതിന്റെ ആ ഭാഗം വായിക്കാം. ബ്രദറെ, അതിന്റെ സനദൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അറബിക്കിനകത്ത് അതിന്റെ സനദ് കൊടുത്തിട്ടുണ്ട്. താങ്കൾക്ക് വേണമെങ്കിൽ നോക്കാം കേട്ടോ. സനദ് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. When he reached the black corner where the black stone is, he said, "O Abu Muhammad,
അല്ലയോ അബു മുഹമ്മദ്, വാട്ട് ഹാവ് യു ഹേർഡ് അബൌട്ട് ദിസ് ബ്ലാക്ക് കോർണർ? ഈ ഭാഗത്തെ പറ്റി താങ്കൾ എന്താണ് കേട്ടിട്ടുള്ളത്? അബു ഉമേർ അപ്പൊ ചോദിക്കുകയാണ്, അബു മുഹമ്മദിനോട് ചോദിക്കുക, വാട്ട് ഹാവ് യു ഹേർഡ് അബൌട്ട് ദിസ് ബ്ലാക്ക് കോർണർ? ഈ കറുത്ത ഭാഗത്തെ പറ്റി താങ്കൾ എന്താണ് കേട്ടിട്ടുള്ളത്? അത്ത സെഡ്, അബു ഹുറൈറ ടോൾഡ് മീ ദാറ്റ് ഹി ഹേർഡ് ദ മെസ്സഞ്ചർ ഓഫ് അല്ലാഹ് സേ. അത്ത പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൾ ഇങ്ങനെ പറഞ്ഞതായി, whoever faces it is facing the hand of the most merciful. എന്ന് പറഞ്ഞാൽ ഇതിനെ ആരൊക്കെ നേരെ നോക്കുന്നുവോ അവൻ അള്ളാഹുവിന്റെ കയ്യെയാണ് നോക്കുന്നത്. പരമകാരുണ്യവാനായവന്റെ കൈ. പരമകാരുണ്യവാൻ എന്ന് പറഞ്ഞാൽ ആരാ? അള്ളാഹു. അള്ളാഹു. പരമകാരുണ്യവാനായവന്റെ കയ്യെയാണ് അവൻ നോക്കുന്നത് എന്നാണ് പറയുന്നത്. കൈയാണ് ഇനി നോക്കുന്നത്. കല്ല് എനിക്ക് ഒറ്റ മീൻസ് പരമകാരുണ്യനായ അള്ളാഹുവിന്റെ കൈയാണ് നോക്കുന്നത്. ഈ കല്ല് കൈയാണെന്ന് എവിടെ പറഞ്ഞേക്കുന്നു? എന്റെ സഹോദര, പരമകാരുണ്യവാന്റെ കയ്യെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ? പരമകാരുണ്യനായ കയ്യെ നോക്കുന്നു പറഞ്ഞാൽ അള്ളാഹു അവരുടെ മനസ്സിലുള്ള സങ്കല്പമാണ് അങ്ങനെ. അവിടെ സങ്കല്പം ഒന്നും എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിട്ടുണ്ടോ? സങ്കല്പം എഴുതിയിട്ടുണ്ടോ? ബ്രദറെ, ഇല്ലാത്ത കാര്യം പറയല്ലേ, ഇല്ലാത്ത കാര്യം പറയല്ലേ. അവിടെ എവിടെയെങ്കിലും സങ്കല്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈ കല്ല് അള്ളാഹുവിന്റെ കൈയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല ബ്രദറെ, അവിടെ എന്തുവാണ് എഴുതിയിരിക്കുന്നത്? ഹൂഎവർ ഫേസസ് ഇറ്റ്, ആരെങ്കിലും ഇതിനെ നോക്കുന്നു എങ്കിൽ അവർ പരമകാരുണ്യവാന്റെ കൈ ഫേസിങ് ചെയ്യുന്നു, കയ്യെ ഫേസ് ചെയ്യുന്നു എന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ അല്ല, അതിന് കഴിവുണ്ടെന്നാണോ അതിന്റെ ഇത്? എന്തോ അള്ളാഹുവിന്റെ കയ്യെ നോക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഒരു കഴിവില്ലെന്നാണ് പറയുന്നത്. നസ്രീൻ ബ്രദറെ, ഇത്ര സമയം നസ്രീൻ ബ്രദറെ ഖുർആൻ ആയത്തുകളും പല ഹദീസുകളും തഫ്സീറുകളും എല്ലാം വായിച്ചിട്ട് ഇയാള് കൊമ്പേ കയറിയിരിക്കുക. പറയുന്ന ഒന്നും ഇയാൾക്ക് കേൾക്കുന്നില്ല, മനസ്സിലാകുന്നില്ല, ഇയാൾക്കൊന്നും മനസ്സിലാകുന്നില്ല. 3 തവണ താങ്കൾ വായിച്ചു. അള്ളാഹുവിനെ പോയിട്ട് അതിനെ പോയി നോക്കുന്നത് എന്താണെന്ന് ക്ലിയർ ആയിട്ട്. ഇടയ്ക്ക് കയറരുത്. ഇയാള് പൊട്ടം കളിക്കുകയാണ്. ഇവിടെ ഒരു ആയത്തോ ഒന്നും ഇയാള് വായിച്ചിട്ടില്ല. ഇവിടെ വന്നിട്ട് പഠിക്കാനായിട്ട് ആദ്യമായിട്ടാണ് ഇതൊക്കെ കേൾക്കുന്നത്. എന്നാൽ മര്യാദയ്ക്ക് ഇരുന്ന് ഇങ്ങനെയാണോന്ന് ചെക്ക് ചെയ്യല്ല, അതിന്റെ മോളിൽ കയറിയിട്ട് ഒരുമാതിരി വർത്താനം പറയുക. നിജാഷ, ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ട് പല മാസങ്ങളും വർഷങ്ങളുമായി ഞങ്ങൾ ഈ കാര്യം പറയാൻ തുടങ്ങിയിട്ട്. ഇതൊന്നും അല്ല എന്റെ വിഷയത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ എന്തെങ്കിലും കെട്ടിച്ചമച്ച് പറഞ്ഞാൽ ഖുറാന്റെ ആയത്ത് സൂറത്ത് അൽ ഹക്കിൽ പറയുന്നത്, അള്ളാഹു പറയുന്നു, നാം ഇവന്റെ വലം കൈ പഠിച്ചിട്ട് ഇവന്റെ ജീവനാടി മുറിച്ചു കളയും എന്ന് അള്ളാഹു പറഞ്ഞു. മുഹമ്മദിന്റെ മരണത്തിൽ അതുപോലെ സംഭവിച്ചു. എന്താണ് സംഭവിച്ചത്? അതിലേക്ക് നമുക്ക് തിരിച്ചു വരണം. സഹീഹ് അൽ ബുഖാരി 44:28 ഞാൻ ആ ഹദീസ് വേളിപ്പിൻ ചെയ്യാം. അവിടെ പറയുന്നു, മുഹമ്മദ് ഇൻ ഹിസ് എയിൽമെന്റ് ഇൻ വിച്ച് ഹി ഡൈഡ്, അദ്ദേഹത്തിന്റെ രോഗത്തിൽ അദ്ദേഹം മരിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് നമുക്കൊന്ന് വായിക്കാം. സഹീഹ് അൽ ബുഖാരി 44:28. ഓക്കെ, സഹീഹ് അൽ ബുഖാരി 44:28. മുഹമ്മദ് ഇൻ ഹിസ് എയിൽമെന്റ് ഇൻ വിച്ച് ഹി ഡൈഡ് ഹി സെഡ്, ഓ ഐഷ, അല്ലയോ ഐഷ, I still feel the pain caused by the food I ate at Khaybar. ഖൈബറിൽ നിന്ന് കഴിച്ച ആ ആഹാരത്തിന്റെ വേദന ഇപ്പോഴും എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. At this time, ഈ സമയത്തും അനുഭവപ്പെടുന്നുണ്ട്. I feel as if my aorta is being cut off from that poison. എനിക്ക് എന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന ആ വേദന എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. മുഹമ്മദ് ഒരു കള്ളപ്രവാചകനാണെന്ന് ഖുറാനും ഹദീസും തെളിയിക്കുന്നു. സിമ്പിൾ. ഞാൻ അതായിരുന്നു സ്റ്റാർട്ടിങ് തൊട്ടേ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. ഞാനത് തെളിയിച്ചു. മുഹമ്മദ് അള്ളാഹുവിന്റെ പേരിൽ കെട്ടിച്ചമച്ചു പറഞ്ഞു എന്ന് വളരെ കൃത്യമായി തബരി രേഖപ്പെടുത്തുന്നു. മുഹമ്മദ് ഖുറാന്റെ ആയത്തുകളായിട്ട് സൂറത്ത് അൽ നജിം ഓതി അള്ളാഹുവിന്റെ 3 പെൺമക്കൾ ശുപാർശ തേടാൻ വേണ്ടിയിട്ട് യോഗ്യരാണ്, അവർ ഉയരത്തിൽ പറക്കുന്ന കൊക്കുകളെ പോലെയാണ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. മുഹമ്മദിന്റെ മരണസമയത്ത് മുഹമ്മദ് ഈ ഒരു കാര്യം പൂർത്തീകരിക്കുകയാണ്. ഖുറാന്റെ ആയത്ത് അദ്ദേഹം പൂർത്തീകരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവനാടി മുറിഞ്ഞു പോകുന്ന വേദന അദ്ദേഹത്തിന് ഖൈബറിൽ നിന്ന് കഴിച്ച വിഷത്തിൽ നിന്നുണ്ടായി. ഇനിയും ചോദ്യം നിജാഷിനോട്, നിജാഷ് എന്തിനാണ് ഈ കള്ളപ്രവാചകനെ ഫോളോ ചെയ്യുന്നത്?
താങ്കൾ പറഞ്ഞോളൂ, എന്തിനാണ് മുഹമ്മദ് എന്ന ഈ വ്യക്തിയെ താങ്കൾ ഫോളോ ചെയ്യാൻ കാരണം? ഇദ്ദേഹത്തിൽ താങ്കൾ എന്ത് മാതൃകയാണ് കാണുന്നത് ജീവിതത്തിൽ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ കേൾക്കാം. ഞാൻ പറയുന്നത് നിജാഷ് കേൾക്കുന്നുണ്ടെങ്കിൽ നിജാഷ് ഭായ് പറയൂ, മുഹമ്മദിൽ എന്ത് മാതൃകയാണ് താങ്കൾ കാണുന്നത്? മുഹമ്മദിൽ എന്ത് മാതൃക? അദ്ദേഹം താങ്കളെ നിർബന്ധിതമായിട്ടും വിഗ്രഹാരാധന പഠിപ്പിച്ചു. ഒരു കല്ലിനെ പോയി ഉമ്മ വെക്കാൻ പഠിപ്പിച്ചു. കല്ല് പാപം വലിച്ചൊടുക്കും എന്ന് പഠിപ്പിച്ചു. ഈ കല്ല് അള്ളാഹുവിന്റെ റൈറ്റ് ഹാൻഡ് ആണ്, അള്ളാഹുവിന്റെ കൈയാണ് എന്നാണ്, ഭൂമിയിൽ അള്ളാഹുവിന്റെ കൈയാണെന്നാണ് ഇദ്ദേഹം പഠിപ്പിച്ചത്. ഈ ഹജറുൽ അസ്വദിനെയും ഈ കാബയെയും നോക്കിയാണ് നിങ്ങൾ സുജൂദ് ചെയ്യേണ്ടത് 5 നേരം നിസ്കരിക്കുമ്പോൾ. ഇത് വിഗ്രഹാരാധനയുടെ ഭാഗമാണ്. അപ്പൊ മുഹമ്മദിൽ എന്ത് മാതൃകയാണ് നിജാഷ് ഭായ് കാണുന്നത്? താങ്കളുടെ ജീവിതത്തിൽ അനുവർത്തിക്കാൻ കൊള്ളുന്ന ഏതെങ്കിലും ഒരു മാതൃക പറയൂ നിജാഷ് ഭായ്. സഹോദര കേൾക്കുന്നുണ്ടെങ്കിൽ പറയൂ. നിജാഷ് ബ്രദറെ. നിജാഷ് കേൾക്കുന്നുണ്ടോ? നിജാഷ് ഭായ്, ഇതൊക്കെ നിങ്ങൾക്ക് ഇച്ചിരി ചിലപ്പം ഈ തെളിവുകളൊക്കെ കാണുന്നത് ചിലപ്പം നിങ്ങൾക്ക് ഇച്ചിരി കൂടുതൽ ഹൈ ഡോസേജ് ഒക്കെ ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അപ്പുറത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ തെളിവുകളൊക്കെ. പക്ഷെ ഇതാണ് സത്യം ഇസ്ലാമിന്റെ. അപ്പൊ താങ്കളോടുള്ള ചോദ്യം ഇത്രയുമേ ഉള്ളൂ, താങ്കൾ മുഹമ്മദിൽ എന്ത് മാതൃക കാണുന്നു? ലോകത്തിൽ വേറെ ഒരു മതത്തിലും വിഗ്രഹാരാധന നിർബന്ധിതമായിട്ടും കാണുന്നില്ല. ഹിന്ദുയിസത്തിലില്ല. ഹിന്ദുയിസത്തിൽ പ്രത്യേകിച്ച് അവർക്ക് വിഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്ക് ആരാധിക്കാം. വിഗ്രഹം വെച്ചിട്ട് ആരാധിക്കേണ്ട ആവശ്യമൊന്നും പ്രത്യേകിച്ചില്ല. വേറെ ബുദ്ധിസത്തിലോ ജൈനിസത്തിലോ ഒട്ടുമേ ഇല്ല. ക്രിസ്ത്യാനിറ്റിയിൽ വളരെ കൃത്യമായി ബൈബിളിൽ രേഖപ്പെടുത്തുന്ന കാര്യമാണ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ആകാശത്തിന് കീഴിലോ ഭൂമിക്ക് മുകളിലോ വിഗ്രഹത്തെ വണങ്ങരുതെന്ന് വളരെ കൃത്യമായി ബൈബിൾ രേഖപ്പെടുത്തുന്നു. പക്ഷെ മുഹമ്മദ് നിങ്ങളെ കൊണ്ട് നിർബന്ധിതമായിട്ടും വിഗ്രഹാരാധന ചെയ്യിപ്പിക്കുന്നു. ഖുർആൻ നിങ്ങളെ കൊണ്ട് നിർബന്ധിതമായിട്ടും വിഗ്രഹാരാധന ചെയ്യിപ്പിക്കുന്നു. പക്ഷേ അത് വിഗ്രഹാരാധന അല്ലെന്നും പറയുന്നുണ്ട്. ഈ കാബയെ നോക്കി, ഈ കറുത്ത കല്ലിരിക്കുന്ന ഈ കാബയെ നോക്കിയിട്ട് നിങ്ങൾ സുജൂദ് ചെയ്യുന്നു, നിങ്ങൾ നിസ്കരിക്കുന്നു, നിങ്ങൾ വണങ്ങുന്നു. നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ നിങ്ങൾ തെള്ളുണ്ടാക്കിയിട്ട് അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒരേ തരത്തിൽ തെള്ളുണ്ടാക്കി ഇടിയുണ്ടാക്കി പോയി ആ കല്ലിനെ ഒന്ന് തൊടാൻ വേണ്ടിയിട്ട്, ഉമ്മ വെക്കാൻ വേണ്ടിയിട്ട്, നക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇല്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇഷ്ടം പോലെ ആയിരക്കണക്കിന് വീഡിയോസ് എന്റെ കൈ കിടപ്പുണ്ട്. നിജാഷ് ഭായ്, ഹലോ. നിജാഷ് നസീം ബ്രദറെ, അദ്ദേഹം ഒരു ന്യൂ കമർ ആണെന്ന് തോന്നുന്നു. പുള്ളിക്കാരന് അങ്ങനെ ക്ലബ് ഹൗസിലൊക്കെ ആദ്യത്തെ ഒരു ഇതാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് പുള്ളിക്കാരൻ പോയി പഠിച്ചാലോചിച്ചിട്ടൊക്കെ വരട്ടെ. ഇതൊന്നും അത്ര പെട്ടെന്ന് ദഹിക്കാൻ സാധ്യത വളരെ കുറവാണ്. അദ്ദേഹം പഠിച്ചിട്ട് വരട്ടെ. അദ്ദേഹം നല്ല ഒരു സഹോദരനാണ്. അദ്ദേഹം നല്ലതുപോലെയാണ്, മര്യാദയ്ക്കാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം ഒരു അലമ്പും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള സഹോദരന്മാര് കടന്നു വരണം. അനിൽ പാസ്റ്റർ കേൾക്കുന്നുണ്ടോ? ഹലോ, നിജാഷ് ഭായ് വന്നു. നിജാഷ് ബ്രദർ വന്നിട്ടുണ്ട്. നിജാഷ് ബ്രദർ വന്നിട്ട്. നിജാഷ് ബ്രദറെ പറയൂ, എന്തിനാണ് താങ്കൾ മുഹമ്മദിനെ ഒരു പ്രവാചകനായി സ്വീകരിക്കുന്നത്? അദ്ദേഹത്തിൽ എന്ത് മാതൃക കണ്ടിട്ടാണ്? പുള്ളി അദ്ദേഹത്തിൽ മാതൃക കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഏകദൈവ വിശ്വാസത്തെ പുള്ളി പറഞ്ഞു. ഏകദൈവ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ബ്രദറെ, ഏക വിഗ്രഹാരാധനയിലേക്ക് അദ്ദേഹം നയിച്ചു എന്ന് പറയൂ. കാരണം ലാത്തയും മനാത്തയും മുസയുടെയും മുൻപിൽ പോയി സുജൂദ് ചെയ്ത ഒരു വ്യക്തി എങ്ങനെ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നു നിങ്ങളെ? അത് സുജൂദ് ചെയ്തായിട്ട് അങ്ങനെ ഉണ്ട്. അത് സാത്താൻ ഇട്ട് കൊടുത്തതല്ലേ, അങ്ങനെ ചിന്തിപ്പിച്ചല്ലേ? ബ്രദറെ, ദൈവത്തിന്റെ ഒരു പ്രവാചകനായിരുന്നെങ്കിൽ വിഗ്രഹങ്ങളുടെ മുൻപിൽ സുജൂദ് ചെയ്യേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ടോ? അദ്ദേഹത്തിന് ഈ കാര്യം പിടികിട്ടത്തില്ലേ? എടാ, ഞാൻ ഏകദൈവത്തിലേക്കാണ് ഇവരെ കൊണ്ടുവരുന്നത്, അപ്പൊ പിന്നെ ഞാൻ എന്തിനാ സുജൂദ് ചെയ്യുന്നേ?
ചിലപ്പോ അത് കുറേശികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കാണിച്ചതായിരിക്കും. ആ അത് ഇപ്പം ബ്രദർ പറഞ്ഞത് ശരിയാണ്. ഒരു മനുഷ്യരെ, ഒരു കൂട്ടത്തെ ഇസ്ലാമിലേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യൻ കള്ളപ്രവാചകനല്ലേ നിജാഷ് ബ്രദറെ? അത് ആൾക്കാർ വന്നാലും വന്നില്ലേലും ഷെയ്ത്താൻ ഇട്ടുകൊടുത്തതല്ലേ അവരുടെ നബിതങ്ങളുടെ മനസ്സിൽ ചിന്ത അങ്ങനെ ചെയ്യാൻ വേണ്ടി. ബ്രദറെ, ഷെയ്ത്താൻ നാക്കിലേക്കല്ലേ, വാക്കുകളല്ലേ ഇട്ടുകൊടുത്തുള്ളൂ. ഈ പ്രവൃത്തി ചെയ്യാൻ ഷെയ്ത്താൻ പറഞ്ഞായിരുന്നു. നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്തു പോകും. അത് സ്വാഭാവികമായിട്ടും വിഗ്രഹങ്ങളുടെ മുൻപിൽ ചെയ്തു പോകും. ശരിയാണ്, അത് ശരിയാണ്. വിഗ്രഹങ്ങളുടെ മുൻപിൽ പോയി ഷൈത്താൻ നാവിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കിന് വേറെ ഈ ആയത്തുകൾ ഷൈത്താൻ ഇട്ട് കൊടുത്തതാണെങ്കിൽ മുഹമ്മദ് പറഞ്ഞ എന്തൊക്കെ ആയത്തുകളായിരിക്കും ഷൈത്താൻ ഇട്ട് കൊടുക്കാഞ്ഞത്? വേറെ ഇതെല്ലാം ഷെയ്ത്താൻ ഇട്ട് കൊടുത്തതല്ല, വേറെ ഒന്നും ഷെയ്ത്താൻ ഇട്ട് കൊടുത്തല്ല. ഇതെല്ലാം അള്ളാഹു ആയത്ത് കൊടുക്കുന്ന നിജാസ് ബ്രദറെ ഈ ആയത്ത് ബ്രദറെ ഈ പ്രൊഡക്ഷൻ ലൈനിനകത്ത് ഒരു പീസ് ഡിഫക്റ്റീവ് ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആ പ്രൊഡക്ഷൻ ലൈൻ മുഴുവൻ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് എത്രയൊക്കെ പീസസ് ഡിഫക്റ്റീവ് ആയിരിക്കും? വേറെ ഏതാണ്? വേറെ ഒന്നുമില്ല ഇതിലും ഒന്നുമില്ല. ഈ സൂറ ഹജ്ജ് അല്ല, ഈ സൂറത്തുൽ നജ്ം മെക്കൻ ആയത്താണോ മദീനൻ ആയത്താണോ? മക്ക ആയത്ത്. മെക്ക ആയത്ത്. സൂറ ഹജ്ജ് എന്ന് പറയുന്നത് മെക്കൻ ആയത്താണോ മദീനൻ ആയത്താണോ? അത് കറക്റ്റ് ആയിട്ട് നോക്കിയാലേ അറിയാൻ പറ്റും. നോക്കിക്കോ ബ്രദറെ, മദീനൻ ആയത്താണ് സൂറ ഹജ്ജ് എന്ന് പറയുന്നത്. ഈ തിരുത്തി കൊടുക്കുന്നത് അള്ളാഹു പിന്നെ തിരുത്തി കൊടുക്കുന്ന ഈ സൂറത്തുൽ നജ്ം പിന്നെ അള്ളാഹു തിരുത്തി കൊടുക്കുന്നത് ഹജ്ജിൽ വെച്ചിട്ടാണ്. അത് മദീനൻ ആയത്താണ്. 8 വർഷം ഇതിന്റെ ഇടയ്ക്കത്തെ ഗ്യാപ്പ് എന്ന് പറയുന്നത് 8 വർഷമാണ്. മനസ്സിലായി? 8 വർഷം അദ്ദേഹം സൂറ നജ്ം ഓതിക്കൊണ്ട് നടന്നു. ഇതിന്റെ ഇടയിൽ എന്തൊക്കെ ആയത്തുകൾ പിശാചിട്ട് കൊടുത്തിട്ടുണ്ട്? ഈ ടൈം പീരീഡിൽ മെക്കയിൽ നിന്ന് മദീനയിൽ വരെ അദ്ദേഹം ഹിജറ ചെയ്തു വരുന്ന ആ സമയം വരെ ഇതിന്റെ ഇടയിൽ 8 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്. ടൈം പീരീഡ് 8 years ആണ്. ഇതിന്റെ ഇടയിൽ അദ്ദേഹം എന്തൊക്കെ അള്ളാഹുവിന്റെ പേരിൽ അദ്ദേഹം ഏതൊക്കെ ആയത്തുകൾ അദ്ദേഹം കെട്ടിച്ചമച്ച് പറഞ്ഞു കാണത്തില്ല? വേറെ ഏത് കെട്ടിച്ചമച്ച് പറഞ്ഞ? വേറെ ഒന്നും കെട്ടിച്ചമച്ച് പറഞ്ഞായിട്ട് പറയുന്നില്ലല്ലോ ബ്രദറെ. ഇത് പിടിക്കപ്പെട്ടല്ലോ. ഏത് ഇത് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നബിതങ്ങളുടെ മനസ്സിലോട്ട് ഷെയ്ത്താൻ ഇട്ടുകൊടുത്തതാണിത്. അങ്ങനെ പറയാൻ ഷെയ്ത്താൻ ഇട്ടുകൊടുത്തപ്പോ ബ്രദറെ, ഷെയ്ത്താൻ ഇട്ടുകൊടുത്തപ്പോ അള്ളാഹു എന്തോ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു? 8 വർഷം അള്ളാഹു എന്തുകൊണ്ടാ മിണ്ടായിരുന്നിരുന്നേ? ഒരാൾ ഒരു കാര്യം തെറ്റായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ ദിവസം തന്നെ അല്ലെങ്കിൽ അതേ സമയത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ദിവസം 2 ദിവസം ഒരു മാസം കഴിഞ്ഞിട്ടെങ്കിലും അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണ്ടായോ? 8 വർഷം കഴിഞ്ഞിട്ടാണോ അള്ളാഹുവിന് ഓർമ്മ വന്നത്? പണ്ട് സൂറത്തുൽ നജ്മിൽ ഇങ്ങനെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തായിരുന്നു, അത് നമുക്ക് തിരുത്തി കൊടുക്കാവുന്ന. ബ്രദർ ഒന്ന് സാമാന്യമായിട്ട് ചിന്തിക്കൂ. ഇസ്ലാമികപരമായിട്ടല്ല, മുസ്ലിമായിട്ടല്ല, സാമാന്യമായിട്ട് ചിന്തിക്കൂ. 8 വർഷം വരെ അള്ളാഹു മിണ്ടാതെയിരുന്നു, തിരുത്തി കൊടുത്തില്ല. 8 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഓർമ്മ വരുന്നത്. അപ്പോൾ അത് അള്ളാഹു പറയുന്നു, നിനക്ക് മുൻപേയും പ്രവാചകന്മാര് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവർ ഓതി കേൾപ്പിക്കുന്നതിന്റെ ഇടയിൽ പിശാജ് അവരുടെ ഉത്ബോധനത്തിന്റെ ഇടയിൽ പിശാജ് അവന്റെ വാക്കുകളെ ഇട്ട് കൊടുക്കാതെ ഇരുന്നിട്ടില്ല. ഈ ഖുർആൻ എന്നുള്ളത് ഓരോ സാഹചര്യത്തിൽ അതൊന്നും അല്ല വിഷയം. അതൊന്നും എന്റെ വിഷയമല്ല. ഖുറാന്റെ സാഹചര്യം ഒന്നും എന്നോട് പറയിപ്പിക്കല്ലോ. പല വിഷയങ്ങളുണ്ട് ഖുറാന്റെ സാഹചര്യത്തിൽ. താങ്കളോട് ഞാൻ ചോദിക്കാൻ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പല വിഷയത്തിലേക്ക് കടന്നു പോകേണ്ടി വരും. ഖുറാന്റെ സാഹചര്യം ഒന്നും പറയല്ലേ. ചോദിക്കണമല്ലോ. നിജാഷിനോട് എന്റെ ചോദ്യം, താങ്കളുടെ വീട്ടില് താങ്കൾ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് താങ്കൾക്ക് വീട്ടിൽ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ശരിയല്ലേ? ഓക്കെ. ഈ ഭാര്യ വീട്ടിലില്ലാതിരിക്കുന്ന ഏതെങ്കിലും സമയം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഏതെങ്കിലും ദിവസം ഭാര്യ വീട്ടിലില്ലാതിരിക്കുന്ന സമയം വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അവളുടെ വീട്ടിൽ പോയാൽ വീട്ടിൽ ഞാൻ മാത്രമല്ലേ കാണത്തുള്ളൂ, വേറെ ആരും കാണത്തില്ലല്ലോ. അതെ. ഈ ഭാര്യ വീട്ടിലില്ലാതിരിക്കുന്ന സമയത്ത് അയൽവക്കക്കാരിയുടെ കൂട്ടത്തിൽ താങ്കള് കുടുംബ ബന്ധം, ലൈംഗിക ബന്ധവും വല്ലതും ചെയ്യുവോ? ചെയ്യത്തില്ല. മുഹമ്മദ് ചെയ്തിട്ടുണ്ടോ? അറിയത്തില്ല. സൂറ തഹരീം വായിച്ചിട്ടുണ്ടോ? 66 വായിച്ചിട്ടുണ്ടോ? തഹരീം
സൂറത്ത് അൽ തഹരീം പറയാം ഇത് എനിക്ക് കാണാപ്പാട്. ഞാനിത് ക്ലബ് ഹൗസ് തുടങ്ങിയ കാലം തൊട്ടേ ഞാൻ പറയുന്ന ഒരു നമുക്കൊരു റിക്വസ്റ്റ് വെച്ചാൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചല്ലേ, ഒരായത്തെങ്കിലും പുള്ളി ഒരു മുസ്ലിം അല്ലേ, പുള്ളിക്കാരൻ ഒരു ഒറ്റ ആയത്തെന്ന് വായിക്കട്ടെ. അത് ശരിയാണ്. നിജാഷ് ഇതുവരെ ഒരായത്ത് പോലും വായിച്ചിട്ടില്ല. എന്റെ ആവശ്യം ന്യായമല്ലേ? പിന്നെ നിജാഷ് വായിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ്. അയ്യോ വായിക്കല്ലേ, 112 വായിക്കല്ലേ. അല്ല കേക്കണ്ടേ, അല്ല കേക്കണ്ടേ. ഞങ്ങളുടെ വിശ്വാസപ്രകാരം അല്ല ബ്രദറെ, അത് ഭയങ്കര കോമഡിയാണ്. കുൽഹു അല്ലാഹു അഹദിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. അഹദ് എന്ന വാക്കിന് ഏകൻ, ഒന്ന് എന്ന ആശയമില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഖുറാനായത്ത് ഓതാനല്ല പറഞ്ഞു, ഞാൻ അപ്പോഴോ തോതി. അതല്ലെന്ന് സൂറത്ത് തഹരിമിന്റെ ആയത്ത് പറയാനാണ് ബ്രദറെ പറഞ്ഞത്. സൂറത്ത് തഹരിം ആയത്ത് പറയുക എന്നാണ് ബ്രദറിനോട് പറഞ്ഞത്, അല്ലാതെ ഏതെങ്കിലും ഖുറാന്റെ ആയത്ത് ഓതാനല്ല പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ സൂറ ഫാത്തിഹ ഓതും, സൂറ 112 സൂറത്ത് അൽ ഇഖ്ലാസ് ഓതും. ഇതൊന്നും അല്ല ഞങ്ങൾ പറഞ്ഞത്. സൂറത്ത് തഹരിം താങ്കളുടെ മലയാളത്തിൽ തർജ്ജമ കിടപ്പുണ്ടോ? ഞാൻ വീട്ടിലിരിക്കുക. ഞാൻ അതൊന്നും ഇത് ഇപ്പൊ സംസാരിക്കാൻ വേണ്ടി കയറിയതല്ല, കണ്ടപ്പോ ഒന്ന് കയറിയതേ ഉള്ളൂ. ഇത് അവസരം കിട്ടുവാണെങ്കിൽ എല്ലാം നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. ഓക്കെ, ശരി. ഞാൻ ഈ വിഷയം പറഞ്ഞു പോയത് കൊണ്ട് ഞാൻ പറയാം. പുള്ളി വീട്ടിലല്ലേ? അപ്പൊ വീട്ടിലിരിക്കുമ്പോ അതിന്റെ തർജ്ജമയില്ല. ഖുറാനില്ലേ വീട്ടില്? അടിപൊളി. അപ്പൊ ഖുറാൻ ഉണ്ട്, വീട്ടിൽ ഖുറാൻ ഉണ്ട്, പക്ഷെ ഇതിന്റെ തർജ്ജമയോട് ബ്രദർ ഇതുവരെ വായിച്ചിട്ടില്ല ഇത്രയും നാളായിട്ട്. വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഇല്ലെന്നാ പറഞ്ഞത്. ഇവിടെ ഇല്ല. ഓക്കെ, ഖുറാൻ തർജ്ജമയോട് കൂട്ടത്തിൽ വായിക്കണം കേട്ടോ. വായിക്കുന്നുണ്ട്. സമയം കിട്ടുന്നത്. ഓക്കെ, കുഴപ്പമില്ല. ഞാൻ ഈ ആയത്ത് വായിക്കാം. സൂറത്ത് അൽ തഹരീം 66 അതിന്റെ 1-ാമത്തെ ആയത്താണ്. ഫസ്റ്റ് ആയത്താണ്. ഓ നബിയെ, നീ എന്തിനാണ് നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ചു തന്നത് നിഷിദ്ധമാക്കുന്നത്? ചോദ്യമാണ്. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇത് ഏത് സന്ദർഭത്തിലാണ് ഈ ആയത്ത് വന്നത്? ഏതാണ്? അള്ളാഹു അനുവദിച്ചു തന്ന ഏത് വിഷയത്തെയാണ് മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് നിഷിദ്ധമാക്കുന്നത്? പറഞ്ഞോളൂ ബ്രദർ. ഇതിന്റെ ആയത്തിന്റെ തഫ്സീർ എപ്പോഴെങ്കിലും വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഞാൻ മേളിൽ പിൻ ചെയ്യാം. സൂറത്ത് അൽ തഹരീം 66-ാമത്തെ ആയത്ത്. ഇതിന്റെ കോണ്ടെക്സ്റ്റിൽ വായിക്കണമെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല, കാരണം 1-ാമത്തെ ആയത്ത്, ആ ചാപ്റ്ററിന്റെ 1-ാമത്തെ ആയത്താണിത്. സൂറത്ത് അൽ തഹരീം 66 അതിന്റെ 1-ാമത്തെ ആയത്തിന്റെ തഫ്സീർ ഞാൻ മേളിൽ പിൻ ചെയ്യാം. ബ്രദർ ഇതല്ലേ പറഞ്ഞ, ഭാര്യ വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് അയൽവക്കക്കാരിയുടെ കൂട്ടത്തിൽ ബന്ധം പുലർത്തത്തില്ലല്ലോ, ശരിയല്ലേ? ഇല്ല. പക്ഷെ പ്രവാചകൻ അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ലായിരുന്നു. ഭാര്യ വീട്ടിലില്ലാതിരുന്ന സമയത്ത് വീട്ടുവേലക്കാരിയായ ഒരു സ്ത്രീ, വീട്ടുവേലക്കാരി, അടിമ എന്ന് പറയുമ്പോൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അല്ല, ഒരു രാജാവ് ഗിഫ്റ്റായി കൊടുത്ത ഒരു സ്ത്രീയാണ്. ഖുറാനകത്ത് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീകളോട് ബന്ധപ്പെടാനൊക്കെ അനുവാദമുണ്ട്, പക്ഷെ ഇത് ഒരു രാജാവ് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ്. മുഹമ്മദ് എന്ത് ചെയ്യുന്നു എന്ന് മേളിൽ ഞാൻ തെളിവായിട്ടിട്ടുണ്ട്. ഞാനത് വായിക്കാം. O Prophet, why do you prohibit what Allah has made lawful to you in terms of the Coptic handmaiden Maria? കോപ്റ്റിക് ഹാൻഡ് മെയ്ഡിനായിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടുവേലക്കാരി ആയിരിക്കുന്ന മറിയയെ പറ്റിയുള്ള വിഷയത്തിൽ താങ്കൾ എന്തിനാണ് അള്ളാഹു അനുവദിച്ചു തന്നതിനെ നിഷിദ്ധമാക്കുന്നത്? When he lay with her in the house of Hafsa, അദ്ദേഹം ഹഫ്സയുടെ വീട്ടിലായിരുന്നപ്പോൾ മാരിയത്തുമായി മാരിയത്ത് കോപ്റ്റിക്കുമായി അദ്ദേഹം കിടന്നു. ലേ വിത്ത് ഹർ, അദ്ദേഹം കിടന്നു എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം സ്ഥാപിച്ചു അവിടെ. Who had been away, അപ്പൊ ഹഫ്സ വീട്ടിലില്ല, ഹഫ്സ അവിടുന്ന് വെളിയിൽ പോയിരിക്കുക. But upon returning and finding out, became upset by the fact that this had taken place in her own house and in her own bed. അപ്പം ഹഫ്സ തിരിച്ചു വീട്ടിൽ വരുമ്പോൾ അവൾ കാണുന്നത് എന്തുവാ? ഇത് അവളുടെ വീട്ടിലും അവളുടെ
കിടപ്പറയിലുമാണ് ഇത് നടക്കുന്നത്, അവളുടെ ബെഡിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. എന്ത് നടക്കുന്നത്? മുഹമ്മദും മാരിയത്ത് കോപ്തിക്കുമായിട്ടുള്ള ഈ ലൈംഗിക ബന്ധം. ഇതാണ് ഇതിന്റെ സന്ദർഭം. ഈ സന്ദർഭത്തിൽ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നതാണ്, മാരിയത്ത് കോപ്റ്റിക് എനിക്ക് നിഷിദ്ധപ്പെട്ട ഒരു സ്ത്രീയാണ്. ഷീ ഈസ് അൺലോഫുൾ ഫോർ മീ, സീക്കിംഗ് ബൈ മേക്കിംഗ് ഹെർ അൺലോഫുൾ ഫോർ യു ടു പ്ലീസ് യുവർ വൈഫ്സ്. സ്വന്തം ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. ആൻഡ് അള്ളാഹ് ഈസ് ഫോർഗിവിംഗ്, മെർസിഫുൾ ആൻഡ് ഹാവ് ഫോർഗിവൻ യു ദിസ് പ്രൊഹിബിഷൻ. അപ്പോഴത്തേക്കിനും അള്ളാഹു ഒരു ആയത്ത് ഇറക്കി കൊടുക്കുന്നു, ഖുറാന്റെ ആയത്ത്, സൂറത്ത് അൽ തഹ്രീം അതിന്റെ 1-ാമത്തെ ആയത്ത്. അള്ളാഹു നിനക്ക് അനുവദിച്ചു തന്നതിനെ നീ നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് എന്തിനാണ് നിഷിദ്ധമാക്കുന്നത്? എങ്ങനെയുണ്ട് സന്ദർഭം? എങ്ങനെയുണ്ട് സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇത് വായിച്ചിട്ട് ബ്രദറിന് എന്ത് തോന്നുന്നു? അല്ല, അത് വ്യക്തമായിട്ട് എനിക്ക് നോക്കണം. അത് എന്തോ അതിന്റെ കാര്യം എനിക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട്. ബ്രദർ വ്യക്തമായിട്ട് സമയം കിട്ടുമ്പോ പതുക്കെ നോക്കിയിട്ട് ഈ തഫ്സീർ വായിച്ചിട്ട് പതുക്കെ വന്നോളൂ. ഇതിന്റെ വേറെ മുസ്ലിം പണ്ഡിതന്മാർ വേറെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഈ മുഹമ്മദ് ഭാര്യമാരുടെ അടുത്തേക്ക് ചൊല്ലുമ്പോൾ അദ്ദേഹം ഒരു നാറ്റമുള്ള ഒരു തേൻ, മുഗാഫിർ എന്ന് പറയുന്ന ഒരു തേൻ കുടിക്കുമായിരുന്നു. ഈ തേൻ എനിക്ക് നിഷിദ്ധമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ള രീതിയിൽ വേറെ ഒരു പണ്ഡിതൻ, ഒരു തബരിയുടെ ഇബ്ൻ കത്തീറിന്റെ വ്യാഖ്യാനം അവരെടുത്തോണ്ട് വരും. പക്ഷെ അവിടെ തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യം, മതിയല്ലോ, അതൊന്നും ഇട്ടാ മതിയല്ലോ. അദ്ദേഹം നല്ല രീതിയിൽ പറഞ്ഞു തരുന്നുണ്ടല്ലോ ഇതിന്റെ പശ്ചാത്തലം. ഹാരിസ് മദനി ഉസ്താദ് പറഞ്ഞ ഒരു ഓഡിയോ വേണമെങ്കിൽ ഞാൻ ബ്രദറിന് ഈ വിഷയത്തെ പറ്റി ഓഡിയോ ഞാൻ ഒരെണ്ണം കേൾപ്പിക്കാം. അപ്പൊ ബ്രദറിന് ഈ കാര്യം ഇച്ചിരൂടെ ഇസ്ലാമിക സുന്നി ലോകത്തെ പണ്ഡിതനായ ഹാരിസ് മദനി ബ്രദറിന് കേൾക്കണോ? ഈ ഓഡിയോ കേൾപ്പിക്കണം. ഞാൻ അതിന്റെ ഓഡിയോ കൂടെ കേൾപ്പിക്കാം. ഹാരിസ് സുന്നി പണ്ഡിതൻ, ഇസ്ലാമിക ലോകത്തെ വലിയൊരു പണ്ഡിതൻ എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇതുവരെ അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഈയിടെയായിട്ട് ഇപ്പം പണ്ഡിതനാണെന്നൊന്നും പറയുന്നില്ല കേട്ടോ. എന്താ പ്രശ്നം നമുക്കൊന്നും അറിയത്തില്ല. നിങ്ങൾ പറയുന്നില്ലെന്നോ? അല്ലല്ല, ഇപ്പൊ ഇസ്ലാമിക ലോകം പറയുന്നില്ല, ഞങ്ങൾ പറയുന്നില്ലെന്നല്ല. ഞങ്ങൾക്ക് പുള്ളി ഞങ്ങളോട് വന്ന് സംസാരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അദ്ദേഹം വരുന്നില്ല. ഇസ്ലാമിക ലോകം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. ഇസ്ലാമിക ലോകം പറയട്ടെ ബ്രദറെ, ഇസ്ലാമിക ലോകം പറയട്ടെ. ഞങ്ങൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്, കുഴപ്പമില്ല. ഇസ്ലാമിക ലോകം പറയട്ടെ, അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല. നിങ്ങളുടെ വിശ്വാസത്തെ കുറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമല്ലോ. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസം. ആയിക്കോട്ടെ. പണ്ഡിതന്റെ ഓഡിയോ കേൾക്കണോ ബ്രദറിന്? കേൾക്കണം. എന്തോ പറയുന്നത് അറിയണമല്ലോ ഈ വിഷയത്തെ പറ്റി. പറഞ്ഞോ, ഇട്ടോളൂ. ഓക്കെ, ഞാനേ അതൊന്ന് തപ്പിയെടുക്കട്ടെ. എവിടാന്നാ കിടക്കുന്നത്? താഴെങ്ങാണ്ട് പോയെന്ന് തോന്നുന്നു. നിങ്ങൾ ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? അതെ. പിന്നെ കിട്ടി. കേട്ടോളൂ ബ്രദറെ. സല്ലമതങ്ങൾ അവിടുത്തെ ഭാര്യയായ ഹഫ്സ ബീവിയുടെ വീട്ടിലേക്ക് ഒരിക്കൽ പോകുന്നു. അവിടെ ഹഫ്സ ബീവിയെ കാണാതായപ്പോൾ തിരുനബിയുടെ അടിമ സ്ത്രീയായ മാരിയത്തു ബീവിയെ അങ്ങോട്ട് വിളിക്കുന്നു. അവിടെ വെച്ച് തിരുനബി മാരിയത്തു ബീവിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. ഇത് കണ്ടുകൊണ്ട് ഹഫ്സ ബീവി വരുന്നു. ഹഫ്സ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ വീട്ടിൽ വെച്ചാണോ, എന്റെ വിരിപ്പിൽ വെച്ചാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ആ സമയത്ത് ഹഫ്സ ബീവിയെ സമാധാനപ്പെടുത്താൻ വേണ്ടി ഹഫ്സ ബീവിയുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് അടിമ സ്ത്രീയാകുന്ന മാരിയത്തുമായി ഇനി ഒരിക്കലും ഞാൻ ബന്ധപ്പെടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യം ചെയ്തു പറയുന്നു. ഇത് പറഞ്ഞപ്പോഴേക്കും അല്ലാഹു തആല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആനിലെ 66-ാമത്തെ അധ്യായമായ തഹ്രീം സൂറത്തിന്റെ ആദ്യത്തെ വചനങ്ങൾ അവതരിപ്പിക്കും. കേട്ടല്ലോ ബ്രദറെ? കേട്ടു. ഇതിലെന്താണ് കുഴപ്പം? എന്താണ്? ഇയാളെ ഓരോ കാര്യവും നമ്മൾ തെളിയിച്ചു കൊടുക്കുമ്പോഴൊക്കെ ചോദിക്കുന്ന ചോദ്യമാണിത് കേട്ടോ. അതിനിപ്പോ എന്താ കാര്യം? ഈ വിഷയം നിജാഷ് ബ്രദറെ,
ഈ വിഷയം തുടങ്ങുന്നതിന് മുൻപേ ഞാൻ താങ്കളോട് ഒരു ചോദ്യം ചോദിച്ചു, ഓർമ്മയുണ്ടായിരുന്നു? ആ. എന്തുവായിരുന്നു ചോദ്യം ഒന്ന് പറഞ്ഞേ. ഞാൻ എന്റെ ഭാര്യ വീട്ടിൽ ഇല്ലാത്ത സമയത്ത് വേറൊരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുമോ എന്നാണ് ചോദിച്ചത്. അതെ ബ്രദർ, അതിന് ഉത്തരം എന്തുവാ പറഞ്ഞേ? ബന്ധപ്പെടത്തില്ല. എന്താണ് അതിനകത്ത് കുഴപ്പമെന്ന് പറഞ്ഞേ? എന്താണ് അതിനകത്തെ കുഴപ്പം എന്താണെന്ന് പറഞ്ഞേ? ഇപ്പം ബ്രദർ പറഞ്ഞു ബന്ധപ്പെടത്തില്ല, അതിനകത്തെ കുഴപ്പമെന്ന് പറഞ്ഞേ. അത് കുഴപ്പം മീൻസ് എന്തുകൊണ്ട് താങ്കൾ കുഴപ്പം മീൻസ് താങ്കൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? ഇടയ്ക്ക് കയറില്ല സഹോദരന്മാരെ, ഇടയ്ക്ക് പിടിക്കുന്നത്. നിജാഷ് ബ്രദറെ, എന്താണ് അതിനകത്ത് കുഴപ്പം പറയൂ. കുഴപ്പമെന്ന് പറഞ്ഞാല് ദൈവം അത് അനുവദിച്ച് തന്നിട്ടില്ല. ദൈവം അത് അനുവദിച്ചു തന്നിട്ടില്ല. ഈ സെയിം ദൈവമാണോ മുഹമ്മദിന് ഇത് അനുവദിച്ചു കൊടുത്തത് ഈ പരിപാടി ചെയ്തതിന് ശേഷം? ആണു. അത് ചെയ്തതിന് ശേഷം ഈ ദൈവത്തിന്, നിങ്ങളുടെ ഈ ദൈവത്തിന് വല്ല സ്റ്റാൻഡേർഡും ഉണ്ടോ ബ്രദറെ? ഞാൻ പറയുന്ന അങ്ങോട്ട് കേൾക്കും. ഞാന് ഇല്ലാത്ത സമയത്ത് എന്തുകൊണ്ടാണ് അത് അനുവദിച്ചു തരാത്തത്? അതിനകത്തെ തെറ്റൊന്ന് പറയാമോ? അതിനകത്തെ തെറ്റൊന്ന് പറയാമോ? ഭാര്യ വീട്ടിൽ ഇല്ലാതിരിക്കുന്ന സമയത്ത് അയൽവക്കക്കാരിയോ വീട്ടുവേലക്കാരിയുമായിട്ട് ബന്ധപ്പെടുന്നതിലുള്ള തെറ്റൊന്ന് താങ്കൾക്ക് പറയാമോ? തെറ്റുണ്ടോ അതിനകത്ത്? തെറ്റുണ്ട്. എന്താണ് തെറ്റെന്ന് പറയാമോ? കാരണം നമുക്ക് അർഹിക്കാത്തതാണത്. അറിയിക്കാത്തതാണ്. കാരണം ഈ സ്ത്രീയുമായിട്ട് നിക്കാഹ് കഴിച്ചിട്ടില്ല, ശരിയല്ലേ? ഇല്ല. ഇനിയും താങ്കൾ ഇത് ചെയ്യത്തില്ലെങ്കിൽ താങ്കൾക്ക് ഉത്തമ മാതൃകയായി ബ്രദറെ ഇത് കേൾക്കൂ. താങ്കൾ ഇത് ചെയ്യത്തില്ലെങ്കിൽ താങ്കൾക്ക് ഉത്തമ മാതൃകയായി നിൽക്കുന്ന ഒരു വ്യക്തി, താങ്കളുടെ പ്രവാചകൻ, ഇത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ? അത് ഞാൻ പറയാം. തെറ്റാണോ ശരിയാണോ എന്ന് ഞാൻ പറയാം. അത് അടിമ സ്ത്രീ അല്ലേ അത്? പറഞ്ഞോളൂ, തെറ്റാണോ ശരിയാണോ എന്ന്. ബ്രദറെ, ഇവൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അല്ലെന്ന്. ഇവൾ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അല്ല. ഖുറാനകത്ത് നസ്രീം ബ്രോ അതിലേക്ക് ഇപ്പൊ പോകണ്ട. പുള്ളിയുടെ ന്യായവാദം ഒന്ന് കേൾക്കട്ടെ ആദ്യം. പറയൂ. വീട്ടുജോലിക്കാരിയാണ് ആ സ്ത്രീ അല്ലേ? വീട്ടുജോലിക്കാരിയാണ് സ്ത്രീ. അവരുമായിട്ട് വൈഫ് അവിടെ ഇല്ലാത്ത സമയത്ത് അവരുമായിട്ട് സ്വാഭാവികമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. വൈഫ് എങ്ങനെയാ? അത് ശരിയാണോ തെറ്റാ? വൈഫ് എങ്ങടാ പോയേ? ഏർപ്പെട്ടപ്പോൾ സ്വന്തം ഭാര്യ അതല്ല സുഹൃത്ത് നിജാഷ് ബ്രദറെ, ഈ ഭാര്യയെ പറഞ്ഞു വിട്ടതാരാ? അനുവദനീയമാണോ ചോദിച്ചു. ഇന്നൊരു മുസ്ലിമിന് ഇത് അനുവദനീയമാണോ? ഭാര്യയില്ലേ വേലക്കാരിയോട് സെക്സ് ചെയ്യാവോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട്? അതൊരു ചോദ്യമാണ്. നിജാഷ് ബ്രദറെ, ഇന്ന് ഒരു മുസൽമാനെ അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റോ ശരിയോ വല്ലതും ഉണ്ടോ? അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാം. അള്ളാഹു അനുവദിച്ചു തന്നതാണെങ്കിൽ ചെയ്യാം. അനുവദിച്ചിട്ടുണ്ടോ അപ്പം ചെയ്യാൻ വേണ്ടിട്ട്? നബിതങ്ങൾക്ക് അനുവദിച്ചു കൊടുത്തില്ലേ? അതിനുശേഷം നമുക്ക് നബിതങ്ങൾക്ക് അനുവദിച്ചു കൊടുത്ത ശേഷമാണോ നബിതങ്ങൾ ഇത് ചെയ്തത്, അതോ കൊടുക്കാണ്ടാണോ നബിതങ്ങൾ ഇത് ചെയ്തത്? അതാണ് പ്രശ്നം. നിജാഷ് ബ്രദറെ, ഇവിടാണ് പ്രശ്നം കിടക്കുന്നത്. അള്ളാഹു ഈ ഖുറാന്റെ ആയത്തിറക്കുന്നതിന് മുൻപേ ആണോ മുഹമ്മദ് ഇത് ചെയ്തത്? ആയത്തിറക്കിയ ശേഷമാണോ ചെയ്തത്? ഖുറാൻ ആയത്തിറക്കുന്നതിന് മുമ്പാണ്. നിങ്ങൾ പറഞ്ഞ പ്രകാരം അതിനു മുമ്പാണ്. ഞങ്ങൾ പറയുന്നത് നോക്കണ്ട, നിങ്ങളുടെ ഹദീസുകൾ നോക്കിയാൽ കേട്ടോ. ഞങ്ങൾ പറഞ്ഞൊന്നും പറയല്ലേ, ഞങ്ങളുടെ തലയെ കൊണ്ടിടല്ലേ. അല്ലല്ല അതല്ല നിജാഷ് ഭായ്, ഒരു നിയമം വരുന്നതിന് മുൻപേ ഒരു പ്രവൃത്തി ചെയ്യുന്നതും ആ പ്രവൃത്തി ചെയ്തതിനു ശേഷം നിയമം കൊടുക്കുന്നതും ഏതാണ് ശരി? ഞാൻ പറയട്ടെ, ഒരു കുറ്റം ചെയ്താല് കുറ്റം ചെയ്യുന്നതിന് മുമ്പ് നിയമം വരുമോ? സഹോദര, അത് കുറ്റമാണെന്ന് താങ്കൾക്ക് മനസ്സിലായോ? ഞാൻ പറയുന്നേക്ക്, നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് ഒരു കുറ്റം ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ നിയമം നമുക്ക് നടപ്പിലാക്കാൻ പറ്റുമോ? അപ്പം ആദ്യം ഒരു വൃത്തികേട് കാണിക്കുക, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് ഒരു നിയമം ഉണ്ടാക്കി കൊടുക്കുക. ഈ നിയമം മുഹമ്മദിന് മാത്രമായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അടിപൊളി. ആദ്യം ഒരു വൃത്തികേട് കാണിക്കുക. ഇത് വൃത്തികേടാണെന്ന് താങ്കൾ തന്നെയാണ് പറഞ്ഞത് ആദ്യം, ശരിയല്ലേ? ഞാൻ പറയട്ടെ, താങ്കൾ തന്നെ പറഞ്ഞായിരുന്നു ഇത് വൃത്തികേടാണ്. ഭാര്യ ഇല്ലാതിരിക്കുന്ന സമയത്ത് വേറെ ഒരു സ്ത്രീ, നിക്കാഹ് കഴിക്കാത്ത വേറെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് വൃത്തികേടാണെന്ന് താങ്കൾ തന്നെയാണ് പറഞ്ഞത്. ആദ്യം ഒരു വൃത്തികേട് കാണിക്കുക,
എന്നിട്ട് ഭാര്യ അത് കയ്യോടെ പിടികൂടുമ്പോൾ ഭാര്യയോട് പറയുക, ഇവൾ എനിക്ക് നിഷിദ്ധമാക്കപ്പെട്ടതാണ്, ഇത് എനിക്ക് ഹറാമാണ് എന്ന് പറയുക. എന്നിട്ട് കുറച്ചു നാളുകൾക്ക് ശേഷം പിന്നെയും ബന്ധപ്പെടുക. എന്നിട്ട് അള്ളാഹുവിന്റെ പേരും പറഞ്ഞിട്ട് ഒരു നിയമം നടപ്പിലാക്കുക, അതും മുഹമ്മദിന് വേണ്ടി മാത്രം. ബ്രദറെ, ഒരു കാര്യം നിങ്ങൾ പറയാൻ വിട്ടുപോയി, നജേഷിന് അറിയത്തില്ലായിരിക്കും. അക്കോർഡിംഗ് ടു 4:24, ഖുർആൻ 4:24 പ്രകാരം മുസ്ലിങ്ങൾക്കും വലതു കൈ ഉടമപ്പെട്ടി എന്ന് പറഞ്ഞാല് പോയിട്ട് കൊള്ളയടിക്കാൻ പോയിട്ട് സ്ത്രീകളെ പിടിച്ചുകൊണ്ടുവന്ന് വീട്ടിൽ വെച്ച് ലോണ്ടികളായിട്ട്, അതായത് സെക്സ് ലീവ്സ് ആയിട്ട് വെച്ചുകൊണ്ടിരിക്കാൻ ഇവർക്ക് അനുവാദമുണ്ട്. ഇത്രയ്ക്ക് വൃത്തികെട്ട, ഇത്രയ്ക്ക് ഭയങ്കര മോശമായ ഒരു സ്വഭാവമാണ് അള്ളാഹുവിൻ്റെത്. അതായത് ഇയാളിപ്പോ പറഞ്ഞു സ്വന്തം ഭാര്യ ഇല്ലെങ്കിൽ, സ്വന്തം ഭാര്യ ഇല്ലാത്ത സമയത്ത് വേറെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടുന്നത് തെറ്റാണ് എന്ന് ഇയാള് ഒരു സാധാരണ നല്ല മനുഷ്യന്റെ രീതിയിൽ പറഞ്ഞു. പക്ഷെ ഈ അള്ളാഹുവും മുഹമ്മദും കൂടിയാണ് ഇവരെ ചീത്തയാക്കുന്നത്. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അനുവദിച്ചെന്ന് കൊടുത്തിരിക്കുക. നിജാഷ് ബ്രദറെ, താങ്കൾ പറയുന്ന ന്യായീകരണത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞത് അടിമ സ്ത്രീകളെ പറ്റിയുള്ള വിഷയത്തിൽ, നിജാഷ് ബ്രദറെ, അടിമ സ്ത്രീകളുടെ വിഷയത്തിൽ ഇസ്ലാമിനകത്ത് ഏത് അടിമ സ്ത്രീയുമായിട്ടാണ് ലൈംഗികമായി ബന്ധപ്പെടുവാൻ അനുവാദമുള്ളത്? ഏത് തരത്തിലുള്ള ലൈംഗിക? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുള്ള അടിമ സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് ബന്ധപ്പെടണം. ഓക്കെ, അത് ഏത് തരത്തിലുള്ള അടിമ സ്ത്രീകളാണ്? യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകൾ, ശരിയല്ലേ? പക്ഷെ മാരിയത്ത് കോപ്തിക് എന്ന് പറയുന്ന ഈ സ്ത്രീ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ അല്ല. ഇത് ഒരു രാജാവ് ഒരു ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഒരു സ്ത്രീയാ. ആന്നു. അപ്പൊ പിന്നെ ഈ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുവാൻ അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല, തുടക്കം തൊട്ട് കൊടുത്തിട്ടില്ല. അത് സ്വാഭാവികമായിട്ടും അവരുടെ ഇടയ്ക്ക് സംഭവിച്ചു പോയപ്പോൾ തന്റെ ഭാര്യ സ്വാഭാവികമായിട്ടും എങ്ങനെ സംഭവിച്ചു? ബ്രദറെ, അങ്ങനെ പറയല്ലേ. സ്വാഭാവികമായിട്ടും എങ്ങനെയാ സംഭവിച്ചു പോകുന്നത്? ഭാര്യ ഇല്ലാതിരിക്കുന്ന സമയത്ത് വീട്ടുവേലക്കാരിയുടെ കൂട്ടത്തിൽ ലൈംഗിക ബന്ധം ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും സംഭവിച്ചു പോയ ഒരു വിഷയം. ഇദ്ദേഹം ഏറ്റവും നല്ല മാതൃകയാണ്. മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയായി നിൽക്കേണ്ടിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ തന്നെ കൺട്രോൾ ചെയ്ത് നിൽക്കേണ്ടിയ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഭാര്യമാർ ഓൾറെഡി ഉണ്ട്. മാനവരിൽ ഉത്തമൻ, മനോഹരൻ. നിജാഷ് ബ്രദറെ, ഇദ്ദേഹത്തിന് എത്ര ഭാര്യമാരാ? നസ്രീം ബ്രദറെ, ഒരു മിനിറ്റ്, നിജാഷ് ഒന്ന് പറയട്ടെ. നിജാഷ് ഇതിന്റെ കാര്യങ്ങളൊന്ന് പറയട്ടെ. നസ്രീം ബ്രോ, ജസ്റ്റ് ഗ്രൂപ്പ് നോക്കണേ. നിജാഷ് ഇതിന്റെ കാര്യങ്ങളൊന്ന് പറയട്ടെ. നിജാഷേ, ഇതിന്റെ ആ ഒരു സംഭവം ഒന്ന് പറഞ്ഞുതരാം. നിജാഷ് ഇപ്പോൾ പറയുന്നത് സ്വാഭാവികം. നിജാഷ് കുറേ കാര്യങ്ങളുടെ ഇടയ്ക്ക് ആയതുകൊണ്ട് പല കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ക്ലാരിറ്റി കിട്ടുന്നില്ല. എനിക്ക് മാത്രമല്ല, ഓഡിയൻസിന് കിട്ടുന്നില്ലെന്നാണ് എൻ്റെ. നിജാഷ് ബ്രോ, അപ്പൊ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാമോ? നിജാഷ് ബ്രോ എന്താണ് ഉദ്ദേശിച്ചത്? ഇത് തെറ്റാണോ ശരിയാണോ? ഇപ്പൊ ചോദ്യം നിൽക്കുന്നത് ഈ പറയുന്ന ആദ്യം ഈ പ്രവൃത്തിയാണോ നടന്നത്, അതോ ആയത്ത് വരികയാണോ ചെയ്തത്, ഇതിലേതാണെന്നുള്ളതാണ്. അപ്പൊ നിജാഷ് ബ്രോയുടെ ആ ഒരു എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഇടപെടുള്ളൂ കേട്ടോ. ഇപ്പൊ എന്റെ വീട്ടില് എനിക്കൊരു സ്ത്രീയെ ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് തന്നു. ഹലോ, പോരട്ടെ, ഫുള്ള് പറഞ്ഞോളൂ ബ്രദറെ. ബ്രദർ കംപ്ലീറ്റ് ചെയ്തോളൂ, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ആരെങ്കിലും കയറത്തുള്ളൂ. ബ്രദർ പറഞ്ഞു കഴിഞ്ഞോളൂ. ഗിഫ്റ്റ് ആയിട്ട് തന്നു. എന്നിട്ട് എന്റെ ഭാര്യ ഇല്ലാത്ത സമയത്ത് ഞാൻ അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് എന്റെ വൈഫ് കയറി വരികയും ഇത് കാണുകയും ചെയ്തു. അന്നേരം ഞാൻ പറഞ്ഞു, ഇവൾ എനിക്ക് നിഷിദ്ധമായ പെണ്ണാണ്, അതുകൊണ്ട് ഞങ്ങൾ അറിയാതെ ബന്ധപ്പെട്ടു പോയി, അതുകൊണ്ട് നീ മാപ്പാക്കണോന്ന് പറഞ്ഞു വൈഫിനോട്. അന്നേരം അള്ളാഹു ആയത്തിറക്കി, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നിനക്കത് അർഹതപ്പെട്ടതാണ്, അതുകൊണ്ട് നീ ചെയ്തോളൂ എന്നാണ് എന്റെ ആശയം. അത് ബ്രദറൊക്കെ സത്യസന്ധതയോടാണ് പറഞ്ഞത്. വളരെ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. അനിൽ പാസ്റ്റർ കേട്ടായിരുന്നോ? അജീഷ് ബ്രദറെ കേട്ടായിരുന്നോ? എല്ലാരും കേട്ടല്ലോ ഈ വിഷയം? കേട്ടു. നിജാഷ് ബ്രദർ പറഞ്ഞ കറക്റ്റ് ആണ്. ഞാൻ അതിനെ അംഗീകരിക്കുന്നു. ഐ റെസ്പെക്ട് യു. അനിൽ പാസ്റ്റർ ഒന്ന് സംസാരിക്കട്ടെ അതിനെ കുറിച്ച്. അല്ല, അനിൽ പാസ്റ്റർ അദ്ദേഹം പറഞ്ഞത് സത്യമല്ലേ?
നന്നായിട്ട് നടക്കുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്തോ, ഞാൻ കേട്ടിരിക്കുക. പോയിട്ടില്ല, Yeah, yeah. ഇവിടെ ഉണ്ട്. അദ്ദേഹം പറഞ്ഞ സത്യസന്ധതയോടെയാണ് അദ്ദേഹം ഈ കാര്യത്തെ രേഖപ്പെടുത്തിയത്. വളരെ കൃത്യമാണ്. നിജാഷ് ബ്രദർ പറഞ്ഞതാണ് കറക്റ്റ്, അംഗീകരിക്കുന്നു. നിജാഷ് ബ്രദറിന് ഇതിനകത്ത് ഒരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല, ശരിയല്ലേ? അല്ലല്ല, അങ്ങനെയല്ല നസ്രിൻ ബ്രദറെ, അതല്ല അവിടുത്തെ ചോദ്യം അതല്ല. നിജാഷ് ബ്രോ, പ്രവൃത്തിയാണ്. അതിന് നബിതങ്ങൾ സ്വന്തം ഭാര്യയോട് മാപ്പ് ചോദിച്ചു. മാപ്പ് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു ഖുർആനായത്ത് ഇറക്കിയത്. നിങ്ങൾ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത്? താങ്കൾക്ക് ചെയ്യാനുള്ള അനുവാദം ഞാൻ തരുന്നു, ഇങ്ങനെ ചെയ്തുകൊള്ളൂ എന്ന് അങ്ങനെയാണ് ആയത്തിറങ്ങുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്റെ അതെ, ചോദ്യം ശരി. എന്താണെന്നറിയോ? ഇവിടുത്തെ പ്രശ്നം എനിക്ക് നിജാഷ് ബ്രോയോട് ചോദിക്കാനുള്ളത്, സഹോദര, ഈ പറയുന്ന ആയത്ത് ഇറങ്ങുന്നതിന് മുൻപ് മുഹമ്മദ് ചെയ്തത് പച്ച വ്യഭിചാരമല്ലേ? ഈ അനുമതി കിട്ടുന്നതിന് മുൻപേ അദ്ദേഹം ചെയ്തത് നിക്കാഹ് കഴിക്കാത്ത ഒരു സ്ത്രീയുമായി ബന്ധപ്പെടുന്നത് പക്ക സിന, വ്യഭിചാരമല്ലേ? അതിനെക്കുറിച്ച് എനിക്ക് അത് എന്തിന്റെ സാഹചര്യവും കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബ്രദറെ, എന്ത് സാഹചര്യമാണ് ബ്രദറെ, എന്ത് സാഹചര്യമായാലും ഭാര്യ ഇല്ലാതിരിക്കുന്ന സമയത്ത്, ഭാര്യ വീട്ടിലില്ല, ഭാര്യ പുള്ളിക്കാരത്തിയുടെ പിതാവിന്റെ അടുത്തേക്ക് പോയിരിക്കുക. ഞാന് ഇപ്പം ഒരു ഉദാഹരണം പറയാം. ഞാൻ എവിടെയെങ്കിലും കയറി ഒരു ഇച്ചിരി ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മോഷ്ടിച്ചു. അത് മോഷ്ടിക്കാൻ കാരണം എനിക്ക് എന്തെങ്കിലും എന്റെ ഉള്ളിൽ കാണുമല്ലോ, എന്തെങ്കിലും കാരണമായിരിക്കുമല്ലോ ഞാൻ അത് മോഷ്ടിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും കാരണം കാണും, അതിനെ കുറിച്ച് ഞാൻ ആ വിശപ്പ്. അപ്പോ അത് പിന്നെ നബിതങ്ങളുടെയും ആ പെണ്ണിന്റെയും ഉള്ളിൽ വേറെ എന്തെങ്കിലും ചിന്തയുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം വ്യഭിചാരത്തിന്റെ അത് കറക്റ്റ് ആണ്, ബ്രദർ പറഞ്ഞ കറക്റ്റ് ആണ്. വ്യഭിചാരത്തിന്റെ വിശപ്പ് ഭാര്യനെ പറഞ്ഞു വിട്ടതല്ലേ? അത് എനിക്ക് വ്യഭിചരിക്കാൻ എന്തെങ്കിലും കാരണം കാണുമല്ലോ, വ്യഭിചരിക്കാൻ എന്തെങ്കിലും അത് ഭാര്യയില്ലെന്ന്. നിജാഷ് ബ്രദറെ, ഭാര്യയില്ല. മാരിയത്ത് കോപ്റ്റിക് നല്ല സുന്ദരിയായ ഒരു സ്ത്രീയാണ്, നല്ല സുന്ദരിയാണ് പുള്ളിക്കാരത്തി. ഒരു ഈജിപ്ഷ്യൻ കോപ്റ്റിക് വനിതയാണ്, നല്ല സുന്ദരിയായ സ്ത്രീയാണ്. അദ്ദേഹത്തിന് വ്യഭിചാരം ചെയ്യാനുള്ള വിശപ്പ്. ബ്രദർ പറഞ്ഞ കറക്റ്റ് ആണ്, അതാണ് റീസൺ. വ്യഭിചാരം ചെയ്യാൻ അദ്ദേഹത്തിന് വിശപ്പുണ്ടായി, ആഹാരം കഴിക്കാനുള്ള വിശപ്പുണ്ടായതുപോലെ അദ്ദേഹത്തിന് ലൈംഗിക ബന്ധം ചെയ്യാനുള്ള വിശപ്പുണ്ടായി, ആഗ്രഹമുണ്ടായി. അദ്ദേഹം അത് ചെയ്തു, അതാണ് സാഹചര്യം. അല്ല, സാഹചര്യം പുള്ളിക്ക് ഒന്നും കൂടെ ക്ലിയർ ആക്കി കൊടുക്കും നസ്രിൻ ബ്രദറെ. അതായത് ഞാൻ അതുകൊണ്ടാണ് കുറച്ച് മുമ്പ് നിജാഷ് ബ്രദറിനോട് ചോദിച്ചത്, അപ്പോൾ പിന്നെ മറ്റൊരു ചോദ്യത്തിലേക്ക് പെട്ടെന്ന് ഡൈവേർട്ടായി പോയി. നിജാഷ് ബ്രദറെ, ഈ പറഞ്ഞ താങ്കൾ ഇപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നു, പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിരുന്നു, അന്നേരം ഉണ്ടായിരുന്ന ഒരു ഇതിലാണ് ഈ ഒരു സംഭവം നടന്നതെന്ന് പറഞ്ഞു അല്ലേ? ഹലോ സുഹൃത്തെ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോ. അപ്പം താങ്കൾ ഇങ്ങനെ തന്നെയല്ലേ കുറച്ചു മുമ്പും പറഞ്ഞത്, ഹഫ്സ തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി, അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഇത് നടന്നത് എന്നല്ലേ താങ്കൾ പറഞ്ഞത്? ആ ഒരു ഗ്യാപ്പിൽ അറിയാണ്ട് സംഭവിച്ചു പോയതല്ലേ? അല്ലല്ല, ഹഫ്സയുടെ വിഷയം ഹഫ്സയുടെ വിഷയം വരെ പുള്ളി പറഞ്ഞിട്ടില്ല. ഹഫ്സ പിതാവിന്റെ അടുത്തേക്ക് പോയെന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. നമ്മൾ ആ ഹദീസ് ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. പുള്ളി അത് പറഞ്ഞായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ കേൾക്കാത്തതായിരിക്കും, ചിലപ്പം ഇല്ലാത്ത സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയപ്പോൾ ഹഫ്സ കയറി വരികയും ഇത് കാണുകയും അങ്ങനെ നബിതങ്ങൾ ഹഫ്സയോട് പശ്ചാത്താപിച്ച് അറിവില്ലാതെ ചെയ്തു പോയതാണ്, എനിക്ക് അർഹതപ്പെട്ടതല്ല എന്ന് പറയുകയും ചെയ്തപ്പോഴാണ് അള്ളാഹു ഖുർആനായത്ത് ഇറക്കിയത്. എന്തിനാണ് നിങ്ങൾ ബ്രദറെ അത് സമ്മതിച്ചു, ബ്രദർ പറയുന്നത് സമ്മതിച്ചു. അവിടെയാണ് വാര്യർ ബ്രദറിന്റെ ചോദ്യത്തിന് പ്രസക്തി കിടക്കുന്നത്. വാര്യർ ബ്രദറിന്റെ ചോദ്യം എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന ലോകത്തിൽ ഏറ്റവും എല്ലാ മനുഷ്യർക്കും ഏത് കാലത്തും ആ ചോദ്യം മാറ്റിയിട്ട് ഞാൻ അവിടെ വേറൊരു ചോദ്യം അതിന് മുൻപ് ചോദിച്ചായിരുന്നു, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആ ചോദ്യത്തിലേക്കാണ് ഞാൻ തിരിച്ചു വന്നത്. ആ ചോദ്യമല്ല, അതിലേക്ക് ഞാൻ രണ്ടാമതായിട്ട് വരാൻ നസ്രിൻ ബ്രദറെ. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവുകയാണ്. നിജാഷ് ബ്രദർ, ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഹഫ്സ അവിടെ ഇല്ലായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ചരിത്രം ഒന്ന് പരിശോധിക്കാം.
ഓക്കെ, അപ്പം നിജാഷ് ബ്രദറിന് കുറച്ചും കൂടെ ആ സാഹചര്യം അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ചരിത്രത്തിലേക്ക് പോയാൽ ആ സാഹചര്യം കൂടെ കിട്ടുമല്ലോ. അപ്പം പിന്നെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് പറയാൻ കഴിയുമല്ലോ. ആദ്യമേ പറഞ്ഞ ഹബ്സ ഇല്ലാത്ത സമയത്തൊന്നും നിങ്ങളാണ് ആദ്യം ഇങ്ങോട്ട് പറഞ്ഞത്. എനിക്ക് അതിന്റെ ചരിത്രം അതെ അതെ അതെ, അതിലേക്ക് വരാം. അതുകൊണ്ടാണ് പറഞ്ഞത് ആ ചരിത്രത്തിലേക്ക് നമുക്ക് വരാം. അപ്പോൾ ഈ ഹഫ്സ അവിടെ എങ്ങനെയാണ് ഇല്ലാണ്ടായത് എന്ന് താങ്കൾക്ക് അറിയാമോ? അറിയില്ല, അത് വ്യക്തമായിട്ട് എനിക്കറിയില്ല. ഓക്കെ, സോ നമുക്കപ്പോൾ അതിൻ്റെ ഹദീസുകളിലേക്ക് പോയാലോ നസ്രീം ബ്രോ? ഒരു വാർണിംഗ് ഞാൻ താഴെ ഇരിക്കുന്ന സഹോദരന്മാർക്ക് കൊടുക്കട്ടെ. എസ്പെഷ്യലി ഞാനൊരു സഹോദരന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. പ്ലീസ് അൺനെസസറി ആയി നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇവിടെ ഇരിക്കുന്ന നിജാസ് ബ്രദറിനെയോ ഒരു മുസ്ലിം സുഹൃത്തുക്കളെയോ നിങ്ങൾ ആക്രമിക്കരുത്. പ്ലീസ്, നിങ്ങൾ അത് ചെയ്യരുത്. നിങ്ങൾ അങ്ങനത്തെ ഒരു കാര്യം അദ്ദേഹം ഇത്രയും ആ സമയത്ത് തന്നെ പുറത്താക്കിയിരിക്കും. ഇതൊരു 3 മിനിറ്റ് മുൻപ് കണ്ട് ഞാനും പറഞ്ഞതാണല്ലോ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിജാഷ് ബ്രദർ ഇത്രയും മാന്യതയോടെ അദ്ദേഹം ഇവിടെ സംസാരിക്കാൻ വരുന്നു. അദ്ദേഹം സത്യസന്ധതയോടെ, അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം സത്യസന്ധതയോടെ സംസാരിക്കുന്നു. നിങ്ങൾ ചുമ്മാതെ അദ്ദേഹത്തെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യരുത്. നിങ്ങൾ കാണിക്കുന്ന മഹാമോശത്തരമാണ്. നിങ്ങളെ പുറത്താക്കും റൂമിൽ നിന്ന്, ആദ്യമേ പറഞ്ഞിരിക്കുന്നു. വെറുതെ ആവേശത്തിന്റെ പേരിൽ നിങ്ങൾ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് കമന്റ് ഇടരുത്. ഒരാൾ മാന്യതയോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് ആ മാന്യത പോലും കൊടുക്കാൻ കഴിയാത്ത നിങ്ങൾ എന്തിനാണ് പിന്നെ റൂമിനകത്ത് കയറിയിരിക്കുന്നത്? പ്ലീസ് അങ്ങനെ ചെയ്യാതെ ഇരിക്കും സഹോദരന്മാരെ. നിങ്ങൾക്ക് ഈ റൂമിന്റെ സ്റ്റാൻഡേർഡ് അറിയാമല്ലോ. നമ്മളെ ഒരാൾ മോശമായിട്ട് ഒരാൾ സംസാരിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കും, ഓക്കെ, നമുക്ക് ദേഷ്യം വരും. അദ്ദേഹം എന്തെങ്കിലും വൃത്തികേട് ഇത്രയും നേരം പറഞ്ഞു, അപ്പോഴും നമ്മൾ ഇടാൻ അനുവദിക്കത്തില്ല. അദ്ദേഹം ഇതുവരെ നമ്മളെ ആക്രമിക്കുകയോ അങ്ങനത്തെ പരിപാടിയോ ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു, അത്രേ ഉള്ളൂ കാര്യം. നമ്മളൊരു നല്ലൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ റീസൺ പറഞ്ഞു. നമ്മൾ വാര്യ ബ്രദർ അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മുന്നിലോട്ട് കേൾക്കാം. ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. നിങ്ങൾ ഇവിടെ ഈ ക്ലബ് ഹൗസിൽ മാത്രമല്ല ഇത് കേൾക്കുന്നത്, യൂട്യൂബിലും ഇതര ഭാഗങ്ങളിൽ അത് കേൾക്കുന്ന സംഭവങ്ങളാണ്. വാര്യ ബ്രദറെ കണ്ടിന്യൂ ചെയ്തോളൂ. നമുക്ക് ആ വിഷയം മാത്രം ഒന്ന് ചർച്ച ചെയ്യാം. ഇല്ല, തൽക്കാലത്തേക്ക് ഞാൻ അദ്ദേഹത്തെ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. വളരെ നന്ദി. കണ്ടിന്യൂ. ഓക്കെ, നസ്രീം ബ്രോ, ഞാൻ പറഞ്ഞതേ എനിക്ക് പിന്നെ ആ ഹദീസ് ഒന്ന് എടുത്താലോ. അപ്പോൾ പിന്നെ നിജാഷ് ബ്രദറിനെ നമ്മൾ വിത്ത് റെഫറൻസ് പറയാം. കാര്യം നിജാഷ് ബ്രദർ ഇടയ്ക്ക് പറഞ്ഞു, കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു സംശയം തോന്നരുതല്ലോ. ബിക്കോസ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രവാചകനെ നമ്മൾ മോശം പറയുകയാണ്, അല്ലെങ്കിൽ നമ്മൾ കഥ ഉണ്ടാക്കി പറയും. നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം എന്നാണ്. അപ്പം നമ്മുടെ ഈ റൂമിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാളും ഇവിടെ നമ്മുടെ ശുശ്രൂഷകൾ അല്ലെങ്കിൽ നമ്മുടെ അറിവുകൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തെളിവടക്കമല്ലേ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ റെഫറൻസ് ബ്രിങ് അപ്പ് ദ റെഫറൻസ് എന്ന് പറയുന്നു. നമുക്ക് റെഫറൻസുകൾ വെച്ച് സംസാരിക്കാം. നിജാഷ് ഭായി, ഈ സെയിം വിഷയം വേറെ പലയിടങ്ങളിൽ പറയുന്നുണ്ട് കേട്ടോ. ഈ സെയിം ഇപ്പം നമ്മൾ വായിച്ച തഫ്സീർ ഇത് പലയിടങ്ങളിൽ പറയുന്നുണ്ട്. വേറെ ഒരു സുനൻ അന്നസായി 39:59 ഈ സെയിം വിഷയം പറയുന്നുണ്ട്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് വാസ് നറേറ്റഡ് ഫ്രം അനസ് ദാറ്റ് മെസഞ്ചർ ഓഫ് അല്ലാഹ് ഹാഡ് എ ഫീമെയിൽ സ്ലേവ് വിത്ത് ഹും ഹി ഹാഡ് ഇന്റർകോഴ്സ്. മെസഞ്ചർ ഓഫ് അള്ളാഹുവിന്റെ റസൂലിന് ഒരു അടിമ സ്ത്രീ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരത്തിയുമായി അദ്ദേഹം ലൈംഗിക ബന്ധം സ്ഥാപിച്ചു. ബട്ട് ഐഷ ആൻഡ് ഹഫ്സ വുഡ് നോട്ട് ലീവ് ഹിം എലോൺ. ഐഷയും ഹഫ്സയും അദ്ദേഹത്തെ പുറകെ വിടാതെ തന്നെ അദ്ദേഹത്തിന്റെ പുറകെ കൂടി. വുഡ് നോട്ട് ലീവ് ഹിം എലോൺ അൺടിൽ ഹി സെഡ് that she is forbidden to him. ഇവൾ എനിക്ക് വിലക്കപ്പെട്ടതാണ് എന്ന് പറയുന്നിടം വരെ. Then Allah the Almighty, the Sublime, revealed. അള്ളാഹു അപ്പോൾ ആയത്തിറക്കി. ഈ സൂറത്ത് അൽ നജിം നമ്മൾ വായിച്ച ആയത്തിറക്കി. അങ്ങനെയാണ് ഈ വിഷയം. നിജാസ് ഭായി കേൾക്കുന്നുണ്ടോ? വേറൊരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാണ്. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. sunna.com ആർക്കെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ? അണ്ണന്മാരെ പേടിച്ചിട്ട് സ്ക്രീൻഷോട്ട് ബ്ലോക്ക് ചെയ്തു. ഇനി നിങ്ങൾക്ക് ആർക്കും sunna.com സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഷെയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. ഇനി വേറൊരു കാര്യം പറഞ്ഞില്ല, sunna.com ഷെയർ ചെയ്യാൻ പറ്റില്ല. ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സിസ്റ്റം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവർക്ക് sunna.com സ്ക്രീൻഷോട്ടല്ലേ ബ്ലോക്ക് ചെയ്യാൻ പറ്റൂ, സ്നൈപ്പിംഗ് ടൂള് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ.
എല്ലാ സിസ്റ്റത്തിലും സ്നൈപ്പിംഗ് ടൂൾ എന്ന് പറഞ്ഞൊരു സാധനം ചുമ്മാ ഓപ്പൺ ആവുന്നുണ്ട്. വരരെ സ്ക്രീൻഷോട്ട് എനിക്ക് ഇല്ല ആവുന്നുണ്ട്. ഇല്ല I can do. പുതിയ No, no. അപ്ഡേറ്റ്സിൽ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഐഫോണിൽ പറ്റും, മറ്റേതിലില്ല, ബ്ലോക്ക്ഡ് ആണ്. ഐഫോണില് എല്ലാത്തിലും പറ്റുന്നുണ്ട് വരരെ. I am using Android यार. ओके मेरे भाई मैं यूज कर रहा हूँ यार. अरे लेटेस्ट वाला Android use कर. लेटेस्ट वाला में ലേറ്റസ്റ്റ് ഇല്ല ഞാൻ ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തന്നേ. ഓക്കെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ സ്ക്രീൻ ഇത് കാണത്തുള്ളൂ. ഞാൻ ഇതിപ്പോ ഞാൻ ഗ്രൂപ്പിലോട്ട് അതിന്റെ വീഡിയോ ഇടാം. നമുക്ക് പുള്ളിയിലേക്കൊന്ന് നിജാഷ് conclude പോയോ? ചെയ്യാലോ. നിജാഷ് പോയോ? ഇല്ല നിജാഷ് ഇവിടെ ഉണ്ട്. യശിനെ കാണുന്നില്ല. ഇല്ല നിജാഷ് പോയി. നിജാഷിനെ കാണുന്നില്ല. പോയി ഓക്കെ ഞാൻ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്, നോക്കിക്കോ. എൻ്റെ ഫോൺ ലേറ്റസ്റ്റ് ആണ്, ഞാൻ കഴിഞ്ഞ ആഴ്ച മാറ്റിയതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ലേറ്റസ്റ്റ്. അതാണ് ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയത്, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ. എൻ്റെ കയ്യിൽ പെട്ടെന്ന് ഞാനിത്